ഞാൻ കണ്ട രണ്ട് ഉമ്മമാരെ കുറിച്ച് ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് നമുക്ക് പാരന്റിങ് ആരംഭിക്കാം എന്ന് കരുതുന്നു. രണ്ട് ഉമ്മമാർ. ഒന്നാമത്തെ ഉമ്മയെ ഞാൻ പരിചയപ്പെടുന്നത് കൊറോണക്ക് മുമ്പാണ്. 2019 അപ്പോഴാണ് ഒന്നാമത്തെ ഉമ്മയെ ഞാൻ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ ഉമ്മയെ പരിചയപ്പെടുന്നത് 2021 അപ്പോഴാണ് രണ്ടാമത്തെ ഉമ്മയെ പരിചയപ്പെടുന്നത്. ഈ രണ്ട് ഉമ്മമാരുടെ ഒരു ചെറിയ അനുഭവം പങ്കുവെച്ച് നമുക്ക് പാരന്റിങ്ങിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഉമ്മ, ഞാൻ ഉമ്മനെ കാണുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്. ആ ഉമ്മ മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചത് 2000 ആ പെണ്ണ് മൂന്നാമത്തെ ഗർഭം ധരിച്ചു. ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. മൂന്നാമത്തെ ഗർഭം ധരിച്ച് ഗർഭിണിയായി മുന്നോട്ട് പോകുന്നു. ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, പോട്ട്. 5ാമത്തെ മാസം സ്കാൻ ചെയ്ത ഡോക്ടർ ഈ പെണ്ണിനോടും ഭർത്താവിനോടും പറഞ്ഞു, കുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങൾ അബോർട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രസവിച്ചാൽ ഈ കുട്ടി മരിച്ചു പോകും, ജീവിച്ചിരിക്കില്ല. ഇതാണ് 5ാം മാസം ഡോക്ടർ കൊടുത്ത അഡ്വൈസ്. ഈ പെണ്ണ് രണ്ടാമത്തെ ഡോക്ടറെ പോയി കണ്ടു, സെക്കൻഡ് അഡ്വൈസ്. ആ ഡോക്ടറും ഈ റിപ്പോർട്ടൊക്കെ നോക്കി, സ്കാനിങ് റിപ്പോർട്ട് നോക്കി, വീണ്ടും ഒന്നുകൂടി സ്കാൻ ചെയ്ത് ആ പെണ്ണിനോട് പറഞ്ഞു, ആദ്യം പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ശരി, ഈ കുട്ടി ജീവിച്ചിരിക്കില്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും, 5 മാസം ഇനിയും നിങ്ങൾ ചുമക്കണ്ട, ഒഴിവാക്കുന്നതാണ് നല്ലത്. കുറച്ച് ദീനുള്ള ആ ഉമ്മ ഡോക്ടറോട് പറഞ്ഞു, ഇതെനിക്ക് പഠിച്ചോൻ തന്നതാണ്, ഈ കുട്ടി ഞാൻ ഒഴിവാക്കില്ല, പ്രസവിക്കും, ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോണ കുട്ടിയെന്ന് ഞാൻ കരുതിക്കോളാം. ഈ പെണ്ണിൻ്റെ ആത്മവിശ്വാസം കണ്ട് ഡോക്ടർ പറഞ്ഞു, ശരി, ആസ് യു ലൈക്ക്, പോട്ടെ. പെണ്ണ് 10 മാസം ചുമന്നു, പ്രസവിച്ചു, കുഞ്ഞ് ICUലാണ്. ഉമ്മയുടെ പാല് ഊറ്റിക്കുടിക്കാൻ പോലും കഴിയാത്ത, ഒരു നിലക്കും ആരോഗ്യമില്ലാത്തൊരു കുട്ടി. 4 മാസമാണ് ആ കുട്ടി ICUയിൽ കിടന്നത്. 4 മാസം. അപ്പോഴും ഉമ്മയുടെ പാല് കുടിക്കാൻ കുട്ടിക്ക് കഴിയില്ല. പാല് പിഴിഞ്ഞെടുത്ത് ഡ്രോപ്പർ ഉപയോഗിച്ച് കുട്ടിയുടെ വായിലേക്കൊക്കെ ഉറ്റിച്ചുറ്റിച്ച് ആരോഗ്യം നിലനിർത്തി 4 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യും കാലും ഒക്കെ ഇങ്ങനെ കോടി നിൽക്കുന്ന ഒരു കുട്ടിയാണത്. ഇങ്ങനെ കോടി നിൽക്കുകയാണ്. എന്തേ? അന്ന് ഡോക്ടർ പറഞ്ഞു, വല്ലാതെ ആയുസ് ഉണ്ടാവില്ല, കൊണ്ടുപോയിക്കോളൂ. 2019 ഞാൻ ആ ഉമ്മയെ കാണുമ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആ ഉമ്മ ചെലവാക്കേണ്ടത് 2.5 മണിക്കൂറാണ്. കഴുത്തിൻ്റെ മസിലുകളൊന്നും ഡെവലപ്പ് ആകാത്തത് കൊണ്ട് ഇറക്കാൻ കഴിയില്ല ഭക്ഷണം. ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് അരിച്ച്, ഒരു അരിപ്പുണ്ട്, മറ്റേത് അതിന് ശ്വാസകോശത്തിലേക്ക് കയറും, എന്നിട്ടൊരു പ്രത്യേക പമ്പ് ഉപയോഗിച്ച് അതിൻ്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കണം. ഉമ്മ 2.5 മണിക്കൂർ എടുക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ. എന്തൊരു കഷ്ടപ്പാടാന്നൊരു. തനിക്ക് ഭക്ഷണം തരുന്നത് ഉമ്മയാണ് എന്ന് ആ ചെക്കൻ അറിയില്ല. ഉമ്മാനെ നോക്കി ഇന്നേ വരെ ആ ചെക്കൻ ചിരിച്ചിട്ടില്ല. ഉമ്മാനെ നോക്കിയിട്ട് ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. നമ്മൾ ആ കുട്ടീനെ പോയിട്ട് ഇങ്ങനെ കണ്ടാൽ കയ്യും കാലും ഒക്കെ ഇങ്ങനെ നീർത്തു പോയ, ഒരു 5 or 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ശരീരം മാത്രമുള്ള 19 കയ്യും കാലും അനക്കാൻ പറ്റൂല, മലർന്ന് മാത്രം കിടക്കാണ്, കണ്ണിങ്ങനെ മറഞ്ഞു നിൽക്കും. നമ്മൾ പോയിട്ട് ആ കുട്ടീനെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനകത്ത് നമ്മൾ പറഞ്ഞു പോകും, പടച്ചോനെ എന്തിനാ ഈ കുട്ടീനെ ഇങ്ങനെ വെച്ചത്? ഒന്നുമില്ല. ആ കുട്ടി ജനിച്ച ശേഷം ആ ഉമ്മ കല്യാണത്തിന് പോയിട്ടില്ല, സൽക്കാരത്തിന് പോയിട്ടില്ല, മരിച്ചിടത്തോ ജനിച്ചിടത്തോ ടൂറിനോ പുറത്തോ ഒന്നും പോയിട്ടില്ല. കുട്ടി കിടക്കാണ് 19 കൊല്ലമായിട്ട്. നല്ല രീതിയിലൊരു ദാമ്പത്യം പോലും ഉണ്ടായിട്ടില്ല. അപ്പോഴും ആ കുട്ടിയെ നോക്കണം ഉമ്മ. കണ്ട നമ്മൾ കൊതിച്ചു പോകും, പടച്ചോനെ എന്തിനതിനെങ്ങനെ വെച്ചതെന്ന്.
പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ തോന്നൽ ആ ഉമ്മയോട് പറഞ്ഞു നോക്കുങ്ങൾ. ഈ കുട്ടീനെ എന്തിനാ പഠിച്ചോ അങ്ങനെ വെച്ചതെന്ന് ആ ഉമ്മ നിങ്ങളോട് ദേഷ്യം പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാ എൻ്റെ കുട്ടീനെ കൊല്ലണ്? എൻ്റെ മോനാ, ഞാൻ നോക്കിക്കോളാം. ഇതാണ് ഉമ്മ. തന്നെ ഉമ്മ എന്ന് വിളിക്കാത്ത, മുഖത്ത് നോക്കാത്ത ഈ കുട്ടിയെ ഈ ഉമ്മ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്നാമത്തെ ഉമ്മയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തെ ഉമ്മ എന്നെ കാണാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. രണ്ടാമത്തെ ഉമ്മ 2021 ഉമ്മ വരുമ്പോൾ എന്നെ കാണാൻ വന്നതാ. മറ്റേ ഉമ്മയെ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടതാ. എന്നെ കാണാൻ വരുമ്പം ആ ഉമ്മൻ്റെ കൂടെ ഭർത്താവുണ്ട്, മകളുമുണ്ട്. +2 കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞ മകൾക്ക് ഒരു ചെറുക്കനുമായിട്ട് പ്രേമം. ഒരു നിലക്കും ഈ പെണ്ണ് പിന്മാറുന്നില്ല. വിവാഹം നടത്തി കൊടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു ബന്ധം. എത്രയൊക്കെ സംസാരിച്ചിട്ടും ആരൊക്കെ സംസാരിച്ചിട്ടും ഈ പെണ്ണ് ഒരു നിമിഷം പോലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ ബാപ്പ കുട്ടിയോട് പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കൊടി അവൻ്റെ കൂടെ. അപ്പം ഈ കുട്ടി നിവർന്നതെന്ന് പറഞ്ഞു, അങ്ങനെ ഇറങ്ങിയൊന്നും പോവില്ല, എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, അതുകൊണ്ട് ബാപ്പ നടത്തി തന്നാലേ പോവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും ഞാൻ ഇവിടെ. ആ ബാപ്പാക്കും ഉമ്മക്ക് ആ കുട്ടീനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവളങ്ങനെ നിൽക്കാണ്, അവകാശങ്ങളെക്കുറിച്ച് ഘോരം പ്രസംഗിച്ചുകൊണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ബാപ്പാനോട്, എന്താ നിങ്ങൾക്ക് കെട്ടിച്ചെന്നാല്? രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? എന്തിനെന്നെ ഉണ്ടാക്കിയെന്നാ. അപ്പോഴാ ബാപ്പ ആലോചിച്ചത്, ശരിയാണ്, അവളോട് ചോദിക്കാതെ ഉള്ള ഉണ്ടാക്കിയേ. ഉമ്മാനോട് ചോദിക്കുക, എന്തിനാ എന്നെ പെറ്റത്? ആകെ കുടുങ്ങി ഒരു മകൾ ഒരു രക്ഷിതാക്കൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം, ഭീഷണിയായിട്ട് നിൽക്കണം അല്ലേ? അങ്ങനെ ആരോ പറഞ്ഞു, കൗൺസിലിംഗ് നമുക്ക് ഒന്നുകൂടി കൊടുക്കാം. എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ദൂരെ പാലക്കാട് നിന്ന് രാമനാട്ടിലേക്ക് എത്തണം. വന്നിട്ട് എന്നെ കണ്ട് പ്രതീക്ഷയോടെ അവർ പറഞ്ഞു, സാറൊന്ന് സംസാരിക്കും. 2-2.5 മണിക്കൂർ ഈ കുട്ടിയോട് ഞാനിങ്ങനെ സംസാരിക്കണം. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടി ഒരു പോയിന്റ് പോലും ബാക്കോട്ട് പോയില്ല. അവൾക്ക് ആ ബന്ധം തന്നെ വേണം, ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ത് ചെയ്യും നിങ്ങൾ പറയും? ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി. ഞാൻ ആ വാപ്പനെയും വരെ വിളിച്ചപ്പോൾ ഒരിങ്ങനെ പ്രതീക്ഷയിൽ വരിക. ഞാൻ പറഞ്ഞു, നടക്കൂല, ആ കുട്ടി ഒരിത്തിരി പോലും പിറകോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോഴാ വാപ്പനെയും മഞ്ഞും കണ്ണുമുഖമൊക്കെ ആകെ എൻ്റെ രൂപമൊക്കെ മാറി. ഞാൻ പറഞ്ഞു വാപ്പയോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവളിനി പുറത്തേക്ക് വിടണ്ട, വീട്ടിനകത്തിരുന്നോട്ടെ. എന്നിട്ട് കുറച്ച് സ്കൂളിലൊന്നും വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ ചിലപ്പോൾ ചിന്ത മാറിയാലോ. ഈ ബാപ്പ നേരെ പോയി വീട്ടിലേക്ക്. എന്നെ കണ്ട് ഉച്ചക്ക് മുമ്പ് ഇറങ്ങിയ ബാപ്പ മഗ്‌രിബ് കൊടുക്കുമ്പോഴാണ്, മഗ്‌രിബിനാണ് അവിടെ എത്തിയത് നാട്ടിൽ. വീട്ടിലേക്ക് കയറുമ്പോൾ ബാപ്പ മോളോട് പറഞ്ഞു, മോളെ ഈ പരിസരം വിട്ട് നീ ഇനി പുറത്തേക്ക് പോകരുത്, ഇവിടെ ഉണ്ടാവണം. ഇത് കേട്ടതും ഈ കുട്ടി കയ്യിലുള്ള സാധനമൊക്കെ കുടഞ്ഞെറിഞ്ഞ് ഒരൊറ്റ പോക്ക മുകളിലത്തെ റൂമിലേക്ക്. അത് അവളുടെ റൂമാണ്. അവിടെ ചെന്ന് വാതിലിട്ടപ്പേ എന്നടച്ച് കുറ്റിയിട്ട് ഈ കുട്ടി അതിനുള്ളിൽ ഇരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണം, ഉമ്മ ബാപ്പ ഈ വാതിലിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് മുട്ടി നോക്കുക പോലും ചെയ്തില്ല. നേരെ വെളുക്കണ വരെ കുട്ടി വാതിൽ തുറന്നില്ല. നേരം വെളുത്തപ്പോൾ ഈ ഉമ്മ മനസ്സിൽ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ? പടച്ചോനെ, എങ്ങനെയെങ്കിലും ആ പണ്ടാരം കെട്ടി തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. 2 ഉമ്മാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. 2 ഉമ്മാരെ, ഒരാവതുമില്ലാതെ ചിരിക്കാൻ പോലും കഴിയാത്തൊരു കുട്ടി എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. ഇനി നിങ്ങളാ പറയേണ്ടത്, ഇതിലേതുമ്മയാണ് ശരിക്കും കഷ്ടപ്പെട്ട ഉമ്മ? ഏതുമ്മയാ? ഒന്നാമത്തെ ഉമ്മയാണ്, രണ്ടാമത്തെ ഉമ്മയാണ്? രണ്ടാമത്തെ ഉമ്മ അല്ലേ? ഒന്നാമത്തെ ഉമ്മക്ക് എന്താ കഷ്ടപ്പാട്? ഭക്ഷണം കൊടുത്താൽ മതി, അവിടെ കിടന്നോളൂ. ഇനി നമ്മളെ കുട്ടീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആര് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം, എന്ത് പ്രശ്നവും പരിഹരിക്കാം.
അല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് ക്യാൻസറാണ്, നിങ്ങൾ പേടിക്കണ്ട, ചികിത്സയുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, നിങ്ങൾ പേടിക്കണ്ട, ചികിത്സയുണ്ട്. നിങ്ങളുടെ കുട്ടി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ, പ്രേമിച്ചു, പ്രശ്നമാക്കണ്ട, പരിഹാരമുണ്ട്. പക്ഷെ കുട്ടി നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെയാണ് ഒരു രക്ഷിതാവ്, കരാട്ടയാണ്, ബ്ലാക്ക് ബെൽറ്റാണ്, യുദ്ധത്തിന് പോയിട്ടുണ്ട്, പട്ടാളക്കാരനാണ്, ഒരായുധവും അവിടെ നടക്കൂല. കുട്ടി നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നാൽ നമ്മൾ അങ്ങനെ നിൽക്കും. പടച്ചോനെ എന്താ ചെയ്യാന്നറിയാതെ എത്ര കുട്ടികളാണ് രക്ഷിതാക്കൾക്കെതിരെ തിരിഞ്ഞു നിൽക്കണമെന്ന് ആലോചിച്ച്. ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞതെന്നറിയും? എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് മക്കളെ വളർത്തൽ എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ അറിയണം. എത്ര പ്രാധാന്യമുള്ളതാണ് മക്കളെ വളർത്തൽ എന്ന്. പ്രസവിക്കുക എന്നതല്ല മഹത്വം, പോറ്റുക എന്നതാണ്. അതിൻ്റെ പേരാണ് രക്ഷാകർതൃത്വം. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മക്കളെ പോറ്റുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കളുടെ അവസ്ഥ എന്താ ഉണ്ടോ? നിങ്ങളൊക്കെ ഇപ്പൊ ഈ ക്ലാസ്സിന് വന്നപ്പോഴും മക്കൾ എവിടെയുള്ളത്? എവിടെയുള്ളത്? ഫ്ലാറ്റിലാണ് അല്ലേ? കയ്യിലെന്താ ഉള്ളത്? മൊബൈലാണ്. വീട്ടിലെന്താ ഉള്ളത്? വൈഫൈ ആണ് അല്ലേ? എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞ മാതിരിയല്ല, ഇവിടെ ഒന്നും നടക്കൂല അല്ലേ? നടക്കൂല. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതും അതുകൊണ്ട് തന്നെ ഗൾഫിലാണ്. ഈ 400 സ്ക്വയർ ഫീറ്റിലെ ചെറിയ ഏരിയയിൽ ഈ കുട്ടീനെട്ട് പോറ്റിയാണ്. അവന് കിട്ടേണ്ടതെല്ലാം കിട്ടുകയാണ്. ആ കുട്ടീൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നക്കാരായ പാപ്പിമ്മയാവുകയാണ്. ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം, പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാം, പക്ഷേ അവസാനം മനുഷ്യനൊരു സമാധാനം കിട്ടേ. ഇത് കിട്ടുമോ? കിട്ടുമോ? ആരാണ് ഒരു ബാപ്പ ഉമ്മ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആരാ ബാപ്പ ഉമ്മ? മനുഷ്യൻ എന്ന ജീവിയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട് മനുഷ്യന്. മനുഷ്യൻ മാത്രമേ ചിരിക്കൂ, മനുഷ്യൻ മാത്രമേ സംസാരിക്കൂ, മനുഷ്യന് മാത്രമേ ലജ്ജയുള്ളൂ, മനുഷ്യന് മാത്രമേ ആത്മാഭിമാനമുള്ളൂ. മനുഷ്യന്റെ പ്രത്യേകത എങ്ങനെയുണ്ട് എണ്ണിയോക്ക്? ഇഷ്ടം പോലെ. ഒരു പ്രത്യേകത കൂടിയുണ്ട് മനുഷ്യന്. അതെന്താന്നറിയോ? എന്താ ഒരു കോഴി, ആ കോഴിക്ക് മുട്ട അടവെച്ച് കൊടുത്താൽ എത്ര ദിവസം കൊണ്ട് വിരിയും? എത്ര ദിവസം കൊണ്ട് വിരിയും? എത്ര ദിവസം കൊണ്ട് വിരിയും? പറയൂ. 21 മറന്നിട്ടില്ലേ? ശരി, 21 ദിവസം കൊണ്ട് വിരിയും. എന്നിട്ട് കോഴിക്കുഞ്ഞ് പുറത്ത് വരും. എന്നിട്ട് ആ കോഴിത്തള്ള ആ കുട്ടികളെ ചിറകിനുള്ളിൽ ഒളിപ്പിക്കും. കാക്കക്കും പരുന്തിനും പൂച്ചക്കും കൊടുക്കാതെ ആ കോഴി കുഞ്ഞുങ്ങളെ വളർത്തും, ചിക്കിപ്പെറുക്കി കൊടുക്കും. എത്ര കാലം പോറ്റും ആ കുഞ്ഞിന്? 1 കൊല്ലം പോറ്റുമോ? 1 കൊല്ലം? എത്ര മാസം പോറ്റും? 4 മാസം, 6 മാസം കഴിഞ്ഞാലോ കൊത്തിയാട്ടും. പൂച്ച പ്രസവിക്കുമ്പോൾ പൂച്ചക്ക് കണ്ണുണ്ടാവോ? ഉണ്ടാവോ? ഇല്ല, കണ്ണില്ല. ആ പൂച്ചക്കുട്ടിയെ കാടൻ പൂച്ച കൊണ്ടുപോവാതെ, നായ പിടിച്ചു പോവാതെ ആ പൂച്ച ഇങ്ങനെ കൊണ്ടെടുത്ത് പോറ്റും. എന്നിട്ട് ആ പൂച്ചക്കുട്ടി സ്വന്തമായി ഭക്ഷണം കഴിക്കാനും രക്ഷപ്പെടാനും ഒക്കെ പഠിച്ചു തോന്നുമ്പോൾ പൂച്ച എന്താ ചെയ്യുക? അതിനിട്ടേച്ച് പോകും അല്ലേ? പൂച്ച എത്ര മാസം കുട്ടീനെ പോറ്റും? പശു, ആട്, ഒട്ടകം, ഇവിടെ ഒട്ടകത്തിലുള്ള കണ്ടിട്ടുണ്ടാവും അല്ലേ? എത്ര മാസം കുട്ടികളെ പോറ്റും? നിങ്ങൾ ആലോചിച്ചാൽ മതി. വീട്ടിൽ പോയിട്ട് സമയത്തുണ്ട അല്ലേ? നിങ്ങൾ എത്ര കൊല്ലമായി കുട്ടികളെ പോറ്റിന്? 18 വയസ്സുള്ള കുട്ടീൻ്റെ വാപ്പല്ലേ ഇതില്? 18 കൊല്ലമായി പോറ്റിന്. എപ്പോഴാ തീരുക? തീരുമോ? എപ്പോഴാ തീരുക? 18 വയസ്സായി കഴിഞ്ഞ ഒരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ഈ കുട്ടിയെ 18 വയസ്സ് കഴിഞ്ഞു ഒഴിവാക്കണേ, അടുത്ത കുട്ടി വരട്ടെ. ഉണ്ടോ? 30 വയസ്സുള്ള കുട്ടീൻ്റെ ഉമ്മ ഉണ്ടതില്ലേ, വാപ്പണ്ടതില്ലേ? തീർന്നോ? അപ്പൊ ഇവിടെ ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ ജോലി നോക്കി മക്കളെങ്ങനെ പോറ്റുമ്പോൾ മനസ്സിൽ ചിന്തിക്കണം, പഠിച്ചോനെ കുട്ടികളെ പോറ്റൽ ജീവിതകാലം മുഴുവൻ പോറ്റും. ആര്? മനുഷ്യൻ. മറ്റു ജീവി ഇങ്ങനെയല്ല. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത എന്താ?
ജീവിതകാലം മുഴുവൻ കുട്ടീനെ പോറ്റുന്ന ജീവിയാണ്. ഇനി ജീവിതകാലം കഴിഞ്ഞാലോ അവിടെ തീരുമോ? അവിടെ തീർന്ന രക്ഷപ്പെട്ടിനി തീരുമോ? ഇതാ മാത്തൽ ഇൻസാന ഇൻകത്താബലുഹു ഇല്ലാ മിൻ സലാസ അസ്വദഖത്തുൽ ജാരിയ വഇൽമുൻ യുൻതഫി ബിഹി വലദുൻ സ്വാലിഹുൻ യദഉ ലഹു. റസൂൽ എണ്ണി. മരിച്ചാൽ എല്ലാം നിന്നു പോകും. എല്ലാം 3 ബാക്കിയാകും. സദഖത്തുൽ ജാരിയ, ഉപകാരപ്രദമാകുന്ന അറിവ്. 3 വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. മരിച്ചിട്ടത്. അപ്പം മരിച്ചു കഴിഞ്ഞാലും മക്കളെ പോറ്റൽ കഴിഞ്ഞോ? ഖബറിൽ കിടക്കുമ്പോഴും പോറ്റിക്കൊണ്ട് ഖബർച്ചനെ പ്രാർത്ഥിക്കണം. അപ്പം എപ്പോഴാണ് തീരുക? അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പം ഏതാ? രാവിലെ 7:30 ഓഫീസാണ്. സുബൈക്ക് എണീച്ച് പിന്നൊരു കിടത്തം കിടന്ന് എണീറ്റ് ഭും പോയി അല്ലേ? ഇവിടുന്ന് നിങ്ങൾക്കൊരു 2000 ദിർഹം തരുന്നുണ്ടെങ്കിൽ അറബി 4000 പണിയെടുപ്പിക്കും കമ്പനി. അതൊക്കെ എടുത്ത് വന്ന് ക്ഷീണിച്ചൊറ്റ ഉറക്കാം. പിന്നെ വെള്ളിയാഴ്ചയല്ലേ, അന്ന് റെസ്റ്റ് അല്ലേ? എന്നിട്ട് ജീവിതം ഇങ്ങനെ പോകും. 2021, 22, 23, 24 മക്കളിങ്ങനെ കെടുത്താവും. എന്നിട്ട് അവസാനം 40-ാമത്തെ 50-ാമത്തെ വയസ്സിൽ വലിയ ടെൻഷൻ. ഇതൊന്നും ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി ഈ മക്കളാണ്. ഇവരെ കൃത്യമായി വളർത്തി കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. മക്കളുടെ സൈക്കോളജി എന്താ? ഒരുപാട് സമയമില്ല, ഞാൻ വളരെ ചുരുക്കൻ. എന്താ? മക്കൾ വളരെ സിമ്പിളാണ്. കണ്ടത്, കേട്ടത്, ചെയ്തത്, 3 കാര്യം കുട്ടി ചെയ്യാം. കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. മറക്കൂലല്ലോ? മറക്കൂ? എന്തൊക്കെയാ പറഞ്ഞു? കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. ഇതാ കുട്ടി. അപ്പോ ഹുസൈൻ സലഫിന്റെ ഖുതുബ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കലിന്റെ കുട്ടീനെ എന്താ? പെരിന്തൽമണ്ണയിൽ ആരിസ് ഇബ്നു സലീമിന്റെ ഖുതുബ എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കലിന്റെ കുട്ടീനെ ഉണ്ട്. കേട്ടത് മറക്കും, കണ്ടത് എന്താ കുട്ടി? സലഫിനെ. പിന്നെ ഇതാ സാധനം ഇതിങ്ങനെ തുറന്ന് വലിയ സാധനമായി ഒരു വിറ്റി തുറത്തില്ലേ? അതാ കാണുന്നത്. കുട്ടീൻ്റെ മനസ്സിൽ കേട്ടതാണോ കണ്ടതാണോ ഉണ്ടാവുക? നിങ്ങൾ പറയും, എന്താ ഉണ്ടാവുക? കണ്ടത്. അതോ വിഷം, കാളകൂട വിഷം. പണ്ട് 2.5 മണിക്കൂറിൻ്റെ ഒരു സിനിമ കാണണം. 2.5 മണിക്കൂർ ഇരുന്നൊരു സിനിമ കാണണം, എന്നാലേ കേടിലുള്ളൂ. ഇപ്പോൾ 10 സെക്കൻഡാണ് ഷോർട്സ്, റീൽസ്. വിഷത്തിൻ്റെ തുള്ളിയാണ് ഒരു ഷോർട്സ്. ഒരു 10 സെക്കൻഡ്, 1, 2, 10 കഴിഞ്ഞ് അല്ലേ? അടുത്ത ഷോട്ട്. ക്ഷമല്യവർക്ക് എന്താ ഈ ഷോർട്സിലെ കുട്ടി കണ്ടത്? എന്താ കാണുന്നത്? 8ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച് മക്കനെ ഇട്ട് താടി വെച്ച വാപ്പാന്റെ കൂടെ ജീവിച്ച് പർദ്ദയിട്ട ഉമ്മാന്റെ കൂടെ ജീവിച്ച് ഒരു അമുസ്ലിം ചെറുക്കനെ പ്രേമിച്ച പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്ന് ഇരുന്ന് ചോദിക്കുകയാണ്, എന്താ കുഴപ്പമെന്ന്. അപ്പൊ ആർക്കാ കുഴപ്പം? ചോദിച്ചെനിക്കാ കുഴപ്പം? എനിക്ക് കുട്ടിക്കാണോ കുഴപ്പം? പോറ്റിങ്ങൾക്കാണോ കുഴപ്പം? കുട്ടീൻ്റെ മനസ്സിൽ ഇത് കയറിയില്ല. എന്തുകൊണ്ടാ? കേട്ടത് മറക്കും. കുട്ടി ഇങ്ങളല്ല, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യിച്ചണോ? എന്താ ചെയ്യിച്ചണോ? ഇതിങ്ങനെ കേൾപ്പിച്ചിട്ട് നന്നാവും നിങ്ങൾക്ക് ആരാ പറഞ്ഞെന്ന്? അങ്ങനത്തെ ഒരു സൈക്കോളജി കുട്ടിക്കില്ല. എന്നാൽ അമിതമായി കേൾപ്പിച്ചാലോ കുട്ടി അടക്കാവും. അമിതമായി തിന്നാൻ കൊടുത്താലോ കുട്ടി അടക്കാവും. 2 സാധനം ഗൾഫിലെ പാരൻസിന് കൂടുതലാണ്. 1 തിന്നാൻ കൊടുക്കല്, 2 ഉപദേശം കൊടുക്കല്. കണ്ടങ്ങള്? അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് 2 പ്രശ്നങ്ങളാണുള്ളത്. 1 പൊണ്ണത്തടി, 2 ഇതിൽ കേൾക്കുമ്പോൾ എന്നെ നിർത്തി സ്റ്റോപ്പ് തുടങ്ങി.
തടി കുറയ്ക്കാൻ എക്സസൈസ് ചെയ്താൽ മതി. മറ്റെന്ത് ചെയ്യും? ബാപ്പനെ കാണുമ്പോൾ തന്നെ ആ ഉപദേശി വരുന്നു. നാട്ടിലൊരു ബാപ്പനെ എനിക്കറിയാം. അയാൾ എല്ലാ ആഴ്ചയും ഒഴിവ് കിട്ടുമ്പോൾ മക്കളോട് പറയും, എല്ലാവരും മാറ്റിക്കോളി, ബീച്ചിൽ പോവാൻ. കുട്ടികളൊക്കെ മാറ്റി ഇറങ്ങും. ഇയാൾ കാറിൽ കയറ്റും. കാറ് 30-40 സ്പീഡിലാണ് ഓടിക്കുക. അയാൾ കയറി ഡോറടച്ച ഉടൻ തന്നെ ഇയാൾ എന്താ ചെയ്യാന്നറിയോ? എന്താ ചെയ്യുക? ഹാരിസ് ബിൻ സലീമിന്റെ ഖുത്ബ കാറിലാണ് കിട്ടിട്ടു. എന്നിട്ട് പതുക്കെ വണ്ടി ഓടിക്കും. മെല്ലെ 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 എല്ലാവർക്കും സൈഡ് കൊടുക്കും. എന്തിനാ ഇയാളിത് കാറിലിട്ടത്? കുട്ടികൾ കാറിൽ നിന്ന് ചാടൂല. അപ്പൊ ഇവരിത് കേൾക്കും. കേട്ടല്ലേ പറ്റുള്ളൂ. ബീച്ചിൽ പോവല്ലേ, ബീച്ചിൽ പോവുക. എന്നിട്ട് ആ ഖുത്ബ അരമണിക്കൂർ 40 മിനിറ്റിന്റെ ഖുത്ബ കഴിയുമ്പോഴേക്ക് അയാൾ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങിക്കോളി. ഇറങ്ങി തിരിച്ചു പോരേക്ക് പോകുമ്പോൾ ഷാർജയിലെ ഹുസൈൻ സൽഫിന്റെ ഖുത്ബ. ഇയാളെ കാഴ്ചപ്പാടിൽ 2 ഖുത്ബ കുട്ടികൾ കേട്ട് കാറുന്ന് അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുട്ടി നന്നാവോ മോശമാവോ? നിങ്ങൾ പറയും. ഇയാളുടെ കാഴ്ചപ്പാട് എന്താ? കേട്ടാ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടാ മതി അല്ലേ? കേട്ട് കുട്ടി നന്നാവില്ല. എന്താണോ കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. കുട്ടി ഫുള്ള് മൊബൈലിലല്ലേ അല്ലേ? ഇനി ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയാ, കേട്ടത് കണ്ടതോ എന്താ കുട്ടി കാണുന്നത്? പാപ്പ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് കുട്ടീനെ വിട്ടേക്കാം, നമുക്ക് ബാപ്പാന്റെ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഇരട്ടക്കട്ടെ. എത്ര ഫോൺ നിങ്ങളെടുത്ത്? ഒന്ന് കമ്പനി, രണ്ടാമത്തോ പേഴ്സണൽ. ഇത് 2 കൂടി നോക്കി തീരണ്ടേ? കമ്പനിയിൽ നിന്ന് നോക്കിയാൽ വിവരം അറിയും. പണിയെടുക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിയാൽ മോന്തൊക്കെ കിട്ടും നിങ്ങൾക്ക്. പിറ്റേ ദിവസം വേറെ ആളെ കൊണ്ടുവരും അല്ലേ മുതലാളി? അതുകൊണ്ട് കമ്പനിയിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ നല്ല കുട്ടിയാണ്. അപ്പൊ ഈ ഫേസ്ബുക്ക് നോക്കണ്ടേ, വാട്സപ്പ്, എന്തൊക്കെ കളി എവിടെ എത്തി ഞങ്ങൾ വിചാരം. ട്രോള് വായിക്കണ്ടേ? എന്നിട്ട് ഈ ഫോണും കൈ പിടിച്ചിട്ട് ഈ ബാപ്പ വന്നിട്ട് പറയാണ്, മോനെ കം ഹിയർ കം. വിളിക്കുന്നതന്നെ ഇതുകൊണ്ടാണ്, വേറൊന്ന് കീശയിലുണ്ട്. പിന്നെ ഫോൺ ഉപയോഗിക്കരുത് കേട്ടോ. ചെക്കനിങ്ങനെ നോക്ക, എന്ത് ഫോണേ ഉപയോഗിക്കരുത്. ചെക്കനുണ്ട്, എന്താ ചെയ്യും? ഇവിടെയാണ് ഗൾഫ് പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കണ്ടോ? നാട്ടിലാണെങ്കിലോ വല്ല മാവിൻ്റെ ചോട്ടിലോ ഒക്കെ പോയിരുന്ന് മെല്ലെ തോണ്ടിയിരുന്നു. ഇതാവും പറ്റൂല, മാവില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും പോയിരുന്ന അവിടുന്ന് ഉത്തരം പറഞ്ഞിരുന്നു, ആരാണ് എന്താണെന്ന് ചോദിക്കും അല്ലേ? അപ്പൊ നമ്മളെ കുട്ടി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടതാണ് കുട്ടി ഓർക്കുക എന്നും ചെയ്താലാണ് കുട്ടി പഠിക്കുക എന്നും മനസ്സിലാക്കുന്നിടത്താണ് പാരന്റിങ് ആരംഭിക്കേണ്ടത്. പ്രത്യേകിച്ച് ഗൾഫില്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ ക്ലിയർ ആവും. ചെറിയൊരു ഉദാഹരണം. നാട്ടില് ഒരു ഗൾഫുകാരൻ്റെ ബാപ്പ, ഗൾഫുകാരനൊക്കെ അറിയാലോ, 3 കൊല്ലത്തിന് ഗൾഫിൽ വന്ന് പെങ്ങളെ കെട്ടിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആള് 42ാമത്തെ കൊല്ലാ പോവാ വിടുന്നു അല്ലേ ഗൾഫ് അല്ലേ? ഭാര്യയോട് പറഞ്ഞത്, ഞാനൊന്ന് പെങ്ങളെ കെട്ടിക്കാൻ കുറച്ചൊരു ബധ്യതയുണ്ട്, 3 കൊല്ലം ഞാൻ ദുബായിൽ നിന്നിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടോ. അവൻ പോവാ ഇവിടുന്ന് 42ാമത്തെ കൊല്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 62 വയസ്സായിട്ട് ചുക്കിച്ചൊടുങ്ങി. ഇതാണല്ലോ ഗൾഫ് അല്ലേ? എങ്ങനെ കൂട്ടിയാലും നാട്ടിൽ 1 ഉറുപ്പ്യാണ്. ഇവിടുത്തെ 1 ദിർഹമോ 20ആണ്. ഇപ്പൊ എവിടെ നിങ്ങൾ നിൽക്കുക? പോകാൻ കഴിയില്ല, അവിടെ പെട്ടുപോകും അല്ലേ? അങ്ങനെ ഗൾഫിൽ പെട്ടുപോയൊരു മനുഷ്യൻ സൗദി അറേബ്യയിലാണ്. അയാൾ അവിടെ പെട്ടുപോയി. കുറേ കാലമായിട്ട് നിർത്തണം എന്നിങ്ങനെ വിചാരിക്കും. ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്, നിർത്താൻ കഴിയില്ല. പുതിയ അസൈൻമെൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫോണ് വരുന്നത്. ബാപ്പ സുബൈക്ക് പള്ളി പോകാൻ ഇറങ്ങിയപ്പോൾ ഒന്ന് വീണു എന്ന്. വീണത് സ്ട്രോക്ക് വന്നിട്ടാണ്. ബാപ്പ സ്ട്രോക്ക് വന്ന് വീണുപോയി, ആസ്പത്രിയിലാണ്. അപ്പം ഇയാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആസ്പത്രിക്കാർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, സ്ട്രോക്ക് വന്നതാണ്, ചികിത്സ ഉണ്ട്. ബാപ്പനെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു, ചികിത്സ ഒക്കെ കൊടുത്തു. ബാപ്പ ഓക്കെ ആയി. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിയത് ഒരു വശം ഇത്തിരി ഒന്ന് പാരലൈസ് ആയിട്ടാണ്.
കുഴഞ്ഞിട്ടാണ്. പ്രശ്നം വലിയ പ്രശ്നമൊന്നുമില്ല. കാലിൽ ഒരു വലിച്ചിലുണ്ട്, നടക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്, കൈ അങ്ങനെ ഉപയോഗിക്കാൻ വയ്യ. അതോടുകൂടി ബാപ്പൻ്റെ സുബൈപ്പോക്ക് നിന്നു. ബാപ്പ വീട്ടിലായി. കിടപ്പൊന്നുമില്ല, എണീക്കും, ഇരിക്കും, ബാത്റൂമിലേക്ക് ചുമര് പിടിച്ച് പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബാപ്പ സുബൈക്ക് പള്ളിയിൽ പോകാൻ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ ബാപ്പക്ക് വയ്യ. ഈ ബാപ്പ കിടപ്പിലായി എന്നറിഞ്ഞപ്പോൾ സൗദിയിലുള്ള ഈ ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ് അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ തീരുമാനിച്ചു. തിരിച്ചു വരാൻ ഇങ്ങനെ അയാൾ ബിസിനസ്സൊക്കെ പലരെയും ഏൽപ്പിച്ച് കുറേയൊക്കെ സെറ്റിൽ ചെയ്ത് അയാൾ തിരിച്ച് നാട്ടിൽ വരികയാണ്. ബാപ്പ കിടക്കണം. ഇയാൾ ബാപ്പാനൊക്കെ കണ്ട് റൂമിലൊക്കെ പോയി കിടന്നുറങ്ങി, ക്ഷീണം മാറ്റി. പിറ്റേ ദിവസം രാവിലെ സുബൈക്ക് എണീറ്റു. സുബൈൻ്റെ മുമ്പ് എണീറ്റിട്ട് പല്ല് തേച്ച് ഒതു എടുത്ത് ആദ്യം ചെന്നത് മക്കളെ വിളിക്കാനാണ്. 2 ആൺകുട്ടികളുടെ മൂപ്പർക്ക്, വലിയ കുട്ടികളൊന്നുമല്ല, അത് 14 പിന്നെ 12 വയസ്സൊക്കെ പ്രായമുള്ള ആ പ്രായത്തിൽ 2 ആൺകുട്ടികൾ. ഈ 2 ആൺകുട്ടികളെ റൂമിൽ ചെന്ന് വിളിച്ചോണ്ട് തെണീക്കതാ പള്ളിയിൽ പോകും നമുക്ക് വാപ്പ വന്നിന്. കുട്ടികളും ആവേശത്തിൽ എണീറ്റ് പല്ല് ബ്രഷ് ചെയ്ത് ഒതുവെടുത്ത് 2 മക്കളുടെയും കയ്യും പിടിച്ചിട്ട് ഈ ബാപ്പ ഇറങ്ങുന്നു കോണി. നേരെ ചെന്നത് എങ്ങോട്ടറിയോ? അയാളുടെ ബാപ്പാൻ്റെ റൂമൊക്കെ. ബാപ്പ ഉറക്കില്ല രാത്രി, വയസ്സന്മാരൊന്നും ഉറങ്ങൂല. ഈ ഉറക്കില്ലാത്ത ബാപ്പ രാവിലെ എണീറ്റ് ഇരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. സുബൈ ബാങ്ക് കൊടുക്കുന്നതും കാത്ത്. ബാങ്ക് കൊടുത്തപ്പം ബാപ്പ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇനി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ബാപ്പാൻ്റെ മോൻ ഓടി വന്നത്. എന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ പോവാ. ബാപ്പ ചോദിച്ചു, എങ്ങോട്ട്? സുബൈക്ക്, പള്ളിക്ക്. മോനെ ഞാനിവിടെ തളർന്ന് കിടക്കില്ലേ? അപ്പോഴാണ് മോൻ പറഞ്ഞത്, എന്ത് ബാപ്പ? പിടിക്കിൻ്റെ കൈ. ബാപ്പാൻ്റെ തളർന്ന ഇടതുവശത്തിന് പകരം ആ ചെക്കൻ ബാപ്പാൻ്റെ മോന് വലത്ത് കൈയാണ് നീട്ടിക്കൊടുത്തു. പിടിച്ചു ബാപ്പ. ബാപ്പ ഇങ്ങനെ പിടിച്ചപ്പോണ്ടല്ലോ ബാപ്പക്കൊരു ഊർജം വന്നു പോയി. ബാപ്പാൻ്റെ ശരീരത്തിൽ ഒരൊറ്റ എണീക്കല. എന്നിട്ട് ബാപ്പ പറഞ്ഞു, നടക്കുക. ഈ കയ്യും പിടിച്ച് ആ ബാപ്പ മോൻ്റെ കൂടെ നിൽക്കുക. നേരെ കൊണ്ടൊന്ന് കാറിൽ കയറ്റി, സീറ്റിലിരുത്തി, മക്കളെയും കയറ്റി, കാറ് പോയി സുബൈക്ക് പള്ളിക്ക്. അവിടെ പോയി ബാപ്പാൻ്റെ കൈ ഇങ്ങനെ കൊടുക്കും. വയസ്സന്മാരെ ശ്രദ്ധിക്കണം, വയസ്സന്മാരെ അങ്ങോട്ട് പിടിക്കരുത്, ഓരെ കൊണ്ട് ഇങ്ങോട്ട് പിടിപ്പിക്കണം. വയസ്സന്മാരെ നോക്കി പരിചയം ഉണ്ടാവില്ലല്ലേ, അങ്ങോട്ട് പിടിക്കും. ഓരെങ്ങനെ പിടിച്ചാൽ അവർക്ക് വേദനിക്കും. അവരോട് പറഞ്ഞാൽ കൈ പിടിക്കും. ബാപ്പ ഇയാളെ കയ്യും പിടിച്ച് പള്ളിയിൽ വന്നു, കസേരട്ടിയിരുന്നു, നിസ്കരിച്ചു, പുറത്തിറങ്ങിയിട്ട് ഇയാൾ ബാപ്പാനെ ഇൻ്റർലോക്കിൻ്റെ അവിടെ ഇങ്ങനെ നിർത്തും. ബാപ്പക്ക് നിൽക്കാൻ പ്രശ്നമില്ല, മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വലിച്ചിലാണ്. അവിടെ നിർത്തിയിട്ട് ഈ ബാപ്പാൻ്റെ മോൻ എന്താ ചെയ്യാന്നറിയോ? ഈ ബാപ്പാൻ്റെ ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്ന് ശരിയാക്കി ബാപ്പാൻ്റെ കാലിൽ വെച്ചു കൊടുക്കും. ബാപ്പ എന്നിട്ട് കൈ പിന്നെയും പിടിക്കും. ബാപ്പാൻ്റെ കയ്യും പിടിച്ച് ചെരുപ്പിടും. എന്നിട്ട് അവൻ്റെ കൂടെ നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. എന്താ കാഴ്ച എന്നറിയോ? ബാപ്പ പള്ളിയിൽ നിന്ന് ഇറങ്ങി ബാപ്പാൻ്റെ മോന് ബാപ്പാൻ്റെ ചെരുപ്പെടുത്ത് ശരിയാക്കി ബാപ്പാൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ച് ഇയാളിങ്ങോട്ട് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച, ഇയാളെ 12 വയസ്സുള്ള മോന് അവൻ്റെ ബാപ്പാൻ്റെ ചെരുപ്പെടുത്ത് ഓടി വരും. എന്തൊരു നല്ല കാഴ്ച നോക്ക്. എന്നിട്ടോ അവൻ്റെ ബാപ്പാൻ്റെ കാലിൻ്റെ അടുത്ത് ശരിയാക്കി ഓർക്കും. ബാപ്പട്ടോ എന്ന് പറയും. ഇപ്പം എങ്ങനെയാണ് ഈ കുട്ടി പഠിച്ചത്? ഹാരിസ് ഇബ്നു സലീമിൻ്റെ ഖുതുബ കേട്ടിട്ടാ ആണോ? ഞാൻ കുത്തുബ കേൾക്കണ്ടെന്നല്ല പറഞ്ഞു കേട്ടോ. ഇയാൾ വന്ന് കുത്തുബ കേൾപ്പിക്കേണ്ട അറിയരുത് കേട്ടോ. അതൊക്കെ നിങ്ങൾ കേൾക്കണം. കുട്ടി കേട്ടോട്ടെ, പക്ഷെ കേട്ടിട്ടാണോ കുട്ടി നന്നായത്? കുട്ടി എങ്ങനെ പഠിച്ചത്? വാപ്പാനെങ്ങനെ നോക്ക്. ഇങ്ങനെയാ വാപ്പ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളെന്താ കാണിച്ചു കൊടുത്ത്? കാണിച്ചു കൊടുത്ത് എങ്ങനെ തോണ്ടാമെന്നോ? എങ്ങനെ കാണിച്ചു കൊടുത്ത്? കണ്ടോ നിങ്ങൾ? ഇതാണ് പാരന്റിങ് എന്നത്. ഇവിടെ ആ കുട്ടി നന്നാവുക, അവിടെയാണ് നമ്മൾ വലിയ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതും എന്ന് ഓർമ്മ വേണം. അപ്പം നമ്മുടെ കുട്ടിയുടെ കാഴ്ചപ്പാടായി മാറും. പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് കാഴ്ചയാണ് കാഴ്ചപ്പാടായി മാറുക. കുട്ടി എന്താ കാണേണ്ടത്? ഇത്രയും ദീനുള്ള വാപ്പ, ഇത്രയും ദീനുള്ള ഉമ്മ, എന്ത് രസമായിട്ടാണ് ജീവിക്കണേ പഠിച്ചവനെ എന്ന് കുട്ടിക്ക് തോന്നിയാലല്ലേ കുട്ടി ഭാവിയിൽ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. നല്ല ദീനുള്ള വാപ്പ, നല്ല ദീനുള്ള ഉമ്മ, രണ്ടാളും തമ്മിൽ നേർക്ക് നേരെ കണ്ടാൽ അപ്പം തുടങ്ങും അടി.
കുട്ടി പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുക? നിങ്ങൾ പറയും. കണ്ടതാണ് കുട്ടി പഠിക്കുക എന്നും അതാണ് ഓർത്തിരിക്കുക എന്നും എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുക അപ്പൊ കുട്ടി നന്നാവും, നമ്മളും നന്നാവും. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട പണി എന്താണെന്ന് അറിയോ? ഒരു സ്റ്റിക്കർ ഉണ്ടാക്കണം. സ്റ്റിക്കർ ഓക്കെ, എന്താ സ്റ്റിക്കർ മേൽ എഴുതേണ്ടത്? സ്റ്റിക്കർ മേൽ ഇങ്ങനെ എഴുതുക, കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. എല്ലായിടത്തും ഒട്ടിക്കുക. അടുക്കളയിൽ 3 എണ്ണം ഒട്ടിക്കണം. അവിടെയാണ് നമ്മൾ ആളുണ്ടാവുക. 3 എണ്ണം വലിയ സ്റ്റിക്കർ ആയിക്കോട്ടെ. റെഡി? നിങ്ങൾ റോട്ടുമ്പോഴൊക്കെ ഒരു സാധനം കണ്ടില്ലേ? ഈ ബോർഡുകൾ റോട്ടുമ്പോൾ കണ്ടിടണം. ഇവിടെ കണ്ട് ക്യാമറകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അപ്പോഴാ സ്പീഡ് ഇറക്കുക അല്ലേ? അപ്പോഴേ ഒരു ബോധം ഉണ്ടാക്കുക. അപ്പോൾ ക്യാമറ ഉണ്ടാ പിടിക്കുന്ന ഉറപ്പാണ്. ഇതിനേക്കാളും വലിയ ക്യാമറ ഈറ്റിങ്ങൾക്ക് ഈ കുട്ടിക്ക് യജാതി ക്യാമറ എന്ന് പറയാം. ഇതിങ്ങനെ നോക്കിയെടുക്കുക കുട്ടി. ഉമ്മ എങ്ങനെയാണ്, ബാപ്പ എങ്ങനെയാണ്, ഉമ്മൻ്റെ മുഖത്തെ ഭാവം എന്ത്, ബാപ്പ എന്താ സ്ഥിതി അല്ലേ? ഗൾഫിൽ നിന്ന് വാതിൽ തുറന്ന് ബാപ്പാന്റെ മുഖം കണ്ട 5 വയസ്സുകാരി പെൺകുട്ടി ഓടിച്ചെന്ന് ഉമ്മനോട് പറയാണ്, ഇന്ന് നല്ല മൂഡിലല്ല കേട്ടോ ഉമ്മന്ന്. സിഗ്നൽ കൊടുക്കുക കുട്ടി. ബാപ്പാന്റെ മുഖം കണ്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ബോസിനോട് ചീത്തട്ടാ വരുന്നത്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുഖം എങ്കിൽ വീട്ടിൽ നിന്ന് കയറിനോടത്ത് മുതൽ ഒട്ടിച്ചു തുടങ്ങാൻ എത്ര സ്റ്റിക്കർ എടുക്കണം പറഞ്ഞോളി? എത്ര വേണം? എല്ലായിടത്തും എന്താ ഒട്ടിക്കണ്ടേ? കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. അത് കാണുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആകും പോലെ അത് കാണുമ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കണം, ഡീസൻ്റായി നിൽക്കണം. ബാപ്പ ഉമ്മയെ സ്നേഹിക്കുന്നത്, ഉമ്മ ബാപ്പയെ സ്നേഹിക്കുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നല്ല സ്നേഹമുള്ള ഭാര്യാഭർത്തൃ ബന്ധമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുട്ടികളെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ കുട്ടികളൊക്കെ എങ്ങനെയാണ് കയറിപ്പോയി, വലിയ കുഴപ്പമില്ല. കുറച്ച് കുഴപ്പം കുട്ടിയൊക്കെ ഉണ്ടോ? കുട്ടിയല്ലേ പോയിണ്ടാവും. ബാപ്പിൻ്റെയും പ്രശ്നമാണെങ്കിലോ കുട്ടി നന്നാവില്ല. എങ്ങനെ നന്നാവും? ഒക്കെ കാണും. നാട്ടിലാണെങ്കിൽ കുറച്ച് മുറ്റത്തേക്ക് ഇറങ്ങും. അതിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബാപ്പയും ഉമ്മയും ബെഡ്റൂമിൽ നിന്ന് കച്ചറ ഉണ്ടാക്കുന്നത് പോലും തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന കുട്ടികൾ കേൾക്കണ്. എങ്ങനെ ഈ കുട്ടി നന്നാവേണ്ടത്? അപ്പോൾ ഈ പാരന്റിങ്ങിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്നത് നിങ്ങളുടെ കുട്ടി നിങ്ങളെ കാണുന്നു എന്ന ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവലാണ്. ആ ബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ പാരന്റിങ്ങിൻ്റെ രീതി, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കുട്ടികളെ ഓർത്ത് വലിയ വിഷമത്തിലേക്ക്, സങ്കടത്തിലേക്ക് നമ്മൾ അങ്ങനെ പോവേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കളെ വളർത്തലിലെ അടുത്ത കാര്യം എന്താണെന്നറിയോ? ഒരു കറി വെക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒരേപോലെയാണ്. കറി വെക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒരേപോലെയാണ്. മറക്കൂലല്ലോ. എന്താ കറി വെക്കുമ്പം വേണ്ടത്? നിങ്ങളൊക്കെ ഗൾഫുകാരായതുകൊണ്ട് ഒറ്റയ്ക്ക് കറി വെച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി പഠിച്ചില്ല? ഇല്ല. കറി ഒറ്റയ്ക്ക് വെക്കുമോ? അത്യാവശ്യത്തിനൊക്കെ ഭാര്യ നാട്ടിൽ പോയാലെങ്കിലും അല്ലേ കറി വെച്ച് പഠിച്ചിട്ടുണ്ടാവും. കറി വെക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മുളക് എത്ര ഇടണം? നിങ്ങളിഞ്ഞ് പഠിക്കാണ്ട് കേട്ടോ. കറിക്ക് മുളക് എത്ര ഇടണം? 3 സ്പൂൺ. എത്ര അല്പമുള്ള സ്പൂണാണ് നിങ്ങൾ ഉദ്ദേശിച്ച്? നിങ്ങളെ സ്പൂണൊന്ന് കാണിക്ക്. എല്ലാ കറിയിലും 3 സ്പൂണാ? 6 സ്പൂണ്. എല്ലാത്തിലും 6 സ്പൂണാ? പാകത്തിന്. എന്താ ഈ പാകം? അത് കറിക്കനുസരിച്ചിരിക്കൂലേ? ഇരിക്കൂലേ? മുളക് പോട്ടെ, ഉപ്പ് എത്ര ഇടണ്ടി? ഉപ്പ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം. ഇനി മീൻ കറിയാ വെക്കണേ, മീൻ എത്ര ഇടണ്ടി? മീൻ കൂടിയ മീൻകറി നന്നാവോ മോശമാവോ? മുളക് കൂടിയാലോ? മഞ്ഞൾ കൂടിയാലോ? പോട്ടെ, മുളക് കുറഞ്ഞാലോ? മഞ്ഞൾ കുറഞ്ഞാലോ? ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്? കറി വെക്കുന്നതും മക്കളെ പോറ്റുന്നതും ഒരേപോലെയാണെന്നാ അല്ലേ? അല്ലേ പറഞ്ഞേ? ഇങ്ങനല്ലേ? അപ്പൊ കറിയിൽ കൂടിയപ്പം പ്രശ്നമായി, കുറഞ്ഞപ്പോഴോ
ഇനി മക്കളെ കുറിച്ച് ആലോചിച്ച് നോക്കിയ, മക്കൾക്ക് എല്ലാം അമിതമായി നൽകിയ നന്നാവൂ? കൊടുത്തില്ലെങ്കിലോ? ഞാനിനി ഓരോ സാധനം പറയാം. സ്നേഹം എത്ര സ്പൂണ് വേണം? കുട്ടിയേക്ക് സ്നേഹം എത്ര സ്പൂണ് വേണം? സ്നേഹിക്കണം. എത്രത്തോളം? സ്നേഹം കണ്ട് കൂടിയിട്ട് എല്ലാം കണ്ട് ചെയ്തു കൊടുത്താലും അപ്പോഴാണ് നമ്മൾ വളരെ ഉഷാറാണ്. കുട്ടി ഒരു പൊട്ടൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു കുട്ടീനെ കൊണ്ടുവരിക എൻ്റെ ക്ലിനിക്കില്. മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മഗ്‌രിബിന് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ നിസ്കരിച്ച് വരാം, നിങ്ങളൊരു ചായ കുടിച്ചു പോകാം. ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി ഉണ്ട്, നല്ല ചായ ഇട്ടു, നിങ്ങൾ ചായ കുടിച്ചു പോകാം. ചെറുക്കം പഠിക്കുന്നത് +1 ഇവൻ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് എന്തിനറിയോ? സാർ ഇവനൊരു ഉഷാറില്ല, ഒന്നുകൊണ്ട് ആളാണ്ട് ശരിയാവില്ല ഇതൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്ന്. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി അത് ഇറങ്ങി. എൻ്റെ മുമ്പ് ഈ അച്ഛനും അമ്മയും ഇറങ്ങിയിട്ട് ഞാൻ കാണുന്ന കാഴ്ച എന്താ അറിയോ? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പുറത്തെ ബേക്കറി. ഒരു കൈ അച്ഛൻ പിടിച്ചാണ്, മറ്റേ കയ്യോ അമ്മ. ചെക്കൻ എന്തിനാ പഠിക്കുന്നത്? +1. എന്നിട്ട് അമ്മ വലത്തോട്ടും അച്ഛൻ ഇടത്തോട്ടും നോക്കുക, വണ്ടി വരുന്നുണ്ടാവും. ചെക്കന് മേലോട്ട് നോക്കിക്കണം. ഓനിത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവര് വലിക്കുമ്പോൾ ഓരോ കൂടെ അടിച്ചാൽ. ഈ ചെക്കനെയാണോ നീ കൗൺസിലിംഗ് കൊടുക്കേണ്ടി? തന്നിനും തള്ളക്കാണ് കൗൺസിലിംഗ്. നിങ്ങൾ പറയും. അപ്പൊ ഞാന് പിറകുന്ന് ഞാൻ നിസ്കരിക്കാനൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു, പിന്നെ അവൻ്റെ കൈ വിട്ടേക്ക്, കയ്യോട് വിട്ടേക്ക്, പഴയ കൈ വിട്ട്, അമ്മയുടെ കൈ വിട്ടേക്ക്, കൈ വിട്ട്. പക്ഷെ ചെക്കൻ ഇങ്ങനെ കുന്തം പോലൊക്കെയാണ്, ഓണിഞ്ഞു പോകാൻ കഴിയില്ല. ഇവനൊരു പ്രഷർ വരുമ്പോൾ പോവുക. എന്തിനാ ചെക്കനെ പറ്റുക? എന്തിനാ? അപ്പൊ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലെ? കുട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകണം. ഞാനും നിങ്ങളൊക്കെ എങ്ങനെ ആയിരുന്നു അറിയോ? നമ്മുടെയൊക്കെ വാപ്പ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുക. നീ എന്നെ ചെയ്യണം കേട്ടോ, പിന്നെ ചോദ്യമില്ല. നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം കൊടുക്കല്ലോ. ഇവിടെ പീടിയെ പോലാരാ? മീൻ വാങ്ങലാരാ? മീൻ വാങ്ങൽ ആരും ഇല്ലല്ലോ. ഇപ്പം വിളിച്ചറിഞ്ഞാൽ ബെല്ലടി കേൾക്കും, മീൻ വന്നു വാങ്ങി വെക്കുക. പച്ചക്കറി ഇത്രയും ബൈക്ക്. ഞാൻ 4 കൊല്ലം ദുബായിൽ വന്നപ്പോൾ, ഇത്രയും സ്കൂട്ടറില്ല ഇവിടെ. എല്ലാ സ്കൂട്ടറിൻ്റെ ബാക്കിൽ ബോക്സാണ്. എന്താ ഒരു കൊണ്ടുപോണ്? മീന്, ഗ്രോസറി, എന്തും ഒരേക്ക് എത്തിക്കുകയാണ്. കുട്ടീൻ്റെ ആവശ്യം എന്താ അങ്ങോട്ട് ശരിക്ക്? എന്നിട്ട് ഈ കുട്ടീനെ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഏതോ ഒരു CBSE സ്കൂളിൽ ചേർക്കും. ഈ സ്കൂളുകാരുടെ വിചാരം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള ഒരു ജന്തുവാണെന്നാണ്. അങ്ങോട്ട് തുടങ്ങും പഠിപ്പിക്കലോട് പഠിപ്പിക്കൽ, പരീക്ഷയോട് പരീക്ഷ. LKG ചേർത്തിയ കുട്ടിയാണ് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടത്, ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ ലൈഫ്. ഓനത് LKG മടുത്തു. ഇനി ഇവനെ നമ്മൾ തള്ളിക്കൊണ്ടുപോകാ +2. എന്തൊരു വൃത്തികെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം! ആരാ പറഞ്ഞത് ഇങ്ങനെ? എന്നിട്ട് ആകെ കുട്ടിക്ക് ഒഴിവിട്ട് വെള്ളി അല്ലെങ്കിൽ ഞായർ, അന്ന് ഒരാഴ്ചത്തെ പണിയും കൊടുത്താൽ സ്കൂൾ വിടുക. നിങ്ങളിപ്പോൾ നിങ്ങളെ കുട്ടീനെ പോയിട്ട് വിളിച്ചു നോക്ക്. 10 പഠിക്കണ 9 പഠിക്കുന്ന കുട്ടീനെ പോയിട്ട്, മോളൊരു ക്ലാസ് ഉണ്ട് 2 മണിക്കൂർ ഇസ്ലായി സെന്ററിൽ പോകുന്നത്, പാപ്പ ഇഷ്ടം പോലെ ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന പണിക്ക് നിങ്ങൾക്ക് എത്ര കൂലി കിട്ടുന്ന അറിയോ? 2000 ദിർഹം, 4000 ദിർഹം. ഇതല്ലേ നിങ്ങളെ കൂലി അല്ലേ? എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പണിനേക്കാൾ ഇരട്ടി പണി കുട്ടി എടുക്കുന്നുണ്ട്, കൂലി ഇല്ലാന്നേ ഉള്ളൂ. എന്നിട്ട് സ്കൂളുകളാണെങ്കിൽ ഒരു പ്രിൻസിപ്പാളും കുറേ മാഷന്മാരും. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞ മാഷ പണിയാണ് പോകും. അതുകൊണ്ട് മാഷ പണി എന്താ? കുട്ടീനെ സ്ട്രെസ്സാക്കുക. ഈ സ്ട്രെസ്സും വീട്ടിലെ സ്ട്രെസ്സും പുറത്തൊക്കെ കൂടി ചെന്ന് കുട്ടി ഇങ്ങനെ വേറെന്തോ ഒരു ജീവിയായിട്ട് മാറി. ഒരു +1 ഒക്കെ എത്തുമ്പോഴേക്ക് അതിങ്ങനെ മുഖത്തേക്ക് നോക്കണ കണ്ടാൽ എന്തോ ഒരു ജീവി നോക്കണേര് അറക്കാൻ പോണ കുട്ടി. അടുത്ത കൗൺസിലിംഗ്. ഒരു മനുഷ്യനെ അവനെ മനുഷ്യനാക്കുന്ന ഘടകത്തിൻ്റെ പേര് പേഴ്സണാലിറ്റി എന്നാണ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വം. മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ എണ്ണിയ സാധനം അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു പോത്ത്, ആട്, പട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പെരുന്നാളിന് അറക്കാൻ കൊണ്ടുവന്ന ആടിനെ നോക്കി നിങ്ങൾ പറഞ്ഞിട്ടോ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ആട്? നിങ്ങൾ കേട്ടില്ല പറയണത് ഉണ്ടോ?
പോത്തിനെ കണ്ടിട്ട് പെരുന്നാൾ ഇറക്കാൻ കൊണ്ടുവന്ന് എന്താണ് പോത്തിന്റെ ഒരു വ്യക്തിത്വം നിങ്ങൾ കേട്ടണോ? ഇല്ല, അങ്ങനത്തെ ഒരു സാധനം മൃഗത്തിനില്ല. മനുഷ്യന്റെ ക്വാളിറ്റിയുടെ പേരാണ് പേഴ്സണാലിറ്റി എന്നത്. കുട്ടിയെ വളർത്തുമ്പം അതിൻ്റെ കൂടെ വളരേണ്ടത് എന്താ അത് നിങ്ങൾ വിട്ടു. നിങ്ങളെ വിചാരം CBSE സ്കൂളിലെ 1ാം റാങ്കാണ് കുട്ടീൻ്റെ വിജയം എന്നാ? അല്ല. കുട്ടി ഒരു ആവറേജ് പഠിച്ചാൽ മതി. അയ്യർ ചിന്തന പോയിക്കാണ്ട് എല്ലായിടത്തും വലിച്ചെറിയണ്ട കേട്ടോ. ഇത് കേൾക്കേണ്ട കുട്ടികൾ പഠിക്കാതിരിക്കണ്ട. പക്ഷെ പഠനം ഒരു പാൽപ്പായസം പോലെയാണ് വേണ്ടത്. പക്ഷെ കുട്ടിക്ക് അത് സ്ട്രെസ്ഡ് ആവുകയാണ്. അവിടെ കൂടി മടുക്കാണ് കുട്ടിക്ക്. പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ എളുപ്പമാണ്. ചില കുട്ടികൾ വീട്ടിലുണ്ടാവും, ഹൈലി സ്റ്റുഡിയസ് ആയിരിക്കും. ടീച്ചർ കൊടുക്കുന്നു, ഒരിക്കുന്നു. നമ്മളെപ്പോഴും തിരിച്ചറിയപ്പെടേണ്ടത് എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ മുമ്പിൽ കുറേ പാത്രം ഉണ്ട് എന്ന് വിചാരിച്ചോ കുറേ പാത്രമുണ്ട് എൻ്റെ മുമ്പിൽ. ഇങ്ങനെ നിങ്ങളൊക്കെ പാത്രങ്ങളാണ്. ഒരു പാത്രം ബിരിയാണി ചെമ്പാണ്. എന്താ പാത്രം? ബിരിയാണി ചെമ്പാണ്. വേറൊരു പാത്രം ബക്കറ്റാണ്. ബിരിയാണി ചെമ്പുണ്ട്, ബക്കറ്റുണ്ട്, ഉപ്പുമാങ്ങ ഭരണിയുണ്ട്. നാട്ടിൽ കഷായം കിട്ടണോ? കഷായം കിട്ടണോ? കഷായത്തിൻ്റെ കുപ്പിയുണ്ട്. സെന്റ് ഇടുന്നുണ്ട്, സെന്റ് കുപ്പിയുണ്ട്. എല്ലാ പാത്രവും കുപ്പിയും ഞാൻ മൂടിയൊക്കെ തുറന്നിങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ചതാ. ഓക്കെ അല്ലേ? എന്തൊക്കെ ഉള്ളത്? ബിരിയാണി ചെമ്പ്, ബക്കറ്റ്, കുറേ പാത്രങ്ങൾ, കഷായക്കുപ്പി, ഓർലിക്സിൻ്റെ കുപ്പി, സെന്റ് കുപ്പി, ഇതൊക്കെ ഉണ്ട്. ഞാൻ എന്താ ചെയ്തറിയോ? ഒരു ബക്കറ്റിൽ പായസം കൊണ്ടുവന്നിട്ട് ഒരു മഗ് കൊണ്ട് ഈ പായസം ഇങ്ങനെ മുക്കിയിട്ട് എൻ്റെ മുമ്പിലുള്ള പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കുകയാണെന്ന് വിചാരിച്ചോ ബിരിയാണി ചെമ്പിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മുകളിലെത്തുന്നതൊക്കെ അത് വിഴുങ്ങും അല്ലേ? വിഴുങ്ങൂലേ? ബക്കറ്റോ? ബിരിയാണി ചെമ്പിലായ അത്ര ആയിട്ടില്ലെങ്കിലും ബക്കറ്റിൽ കുറച്ചൊക്കെ ആയിണ്ടാവും അല്ലേ? ആയിണ്ടാവില്ലേ? കഷായ കുപ്പിയിലോ, സെന്റ് കുപ്പിയിലോ? ഇനി നിങ്ങൾ ഈ പാത്രത്തിനൊക്കെ പകരം കുട്ടീനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ദർ ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ? CBSE സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടി ബിരിയാണി ചെമ്പാണ്, എന്ത് കൊടുത്താലും ആ കുട്ടിക്ക് ഇതൊരു പ്രശ്നമല്ല. സെന്റ് കുപ്പിക്ക് എന്താ ചെയ്യുക? ആ സെന്റ് കുപ്പി കണ്ട് എടുത്തിട്ട് പായസത്തിൽ 3 ദിവസം മുക്കി വെച്ചിട്ട് എടുത്തു നോക്കിയാലും ഒരു തുള്ളി അതിനുള്ളിൽ ആയിണ്ടാവില്ല. ഈ കുട്ടി അബുദാബിയിലാണ് ഈ സെന്റ് കുപ്പി ഉള്ളതെങ്കിൽ ഈ കുട്ടി എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ ചേർത്ത വേറെ സ്കൂളുണ്ടോ? നമുക്കാണെങ്കിലും മോഹം ഭയങ്കര കൂടുതലാണ്. ഗൾഫിലൊക്കെ വന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായപ്പോൾ എനിക്ക് കിട്ടാത്തതിൻ്റെ മക്കൾക്ക് കിട്ടണം. എന്നിട്ട് മോനെ കൊണ്ട് ചേർത്തിയത് ബ്രിട്ടീഷ് സ്കൂള്, മോളെ കൊണ്ട് ചേർത്തിയത് അമേരിക്കൻ സ്കൂള്. ഇത് സെന്റ് കുപ്പിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിന് വേണ്ടേ? അപ്പൊ കുട്ടികളെ പോറ്റുമ്പോൾ ഒന്ന് കുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് ഒരു സാധന സ്റ്റിക്കറുകൾ ഒട്ടിക്കണം. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഒട്ടിക്കാലോ, നിങ്ങളെ പോരൊന്നുമല്ലല്ലോ ഇത്. നാട്ടിൽ സ്വന്തം പോലെയാണ്, ഒട്ടിച്ചാൽ വേറെ അറിയും, നമ്മളെന്നെ പെയിന്റ് അടിക്കണം. നിങ്ങൾ ധൈര്യത്തിൽ ഒട്ടിച്ചോ ഉണ്ടോ? അപ്പോൾ ഒരു സ്റ്റിക്കർ കിട്ടിയോ? രണ്ടാമത്തെ ഒരു സ്റ്റിക്കറും കൂടി നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഒട്ടിക്കണം. അത് മലയാളത്തിൽ എഴുതിയാൽ മതി, അത് കുട്ടിയൊക്കെ മനസ്സിലാവില്ല. ബ്രിട്ടീഷ് സ്കൂളിലല്ലേ കുട്ടി, അതിന് മലയാളം മനസ്സിലാവില്ല. ആ സ്റ്റിക്കറിൽ എഴുതി വെക്കേണ്ടത് ഒന്ന് ഓർത്ത് വെച്ചോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പറയട്ടെ, നോട്ട് ചെയ്ത് നോക്കൂലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല. കുട്ടികൾക്ക് മനസ്സിലാവില്ല, അങ്ങനെ മലയാളത്തിൽ എഴുതിയാൽ. കുട്ടികൾ അപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ട് ഉമ്മ വാട്ട് ഈസ് മത്തൻ, വാട്ട് ഈസ് കുമ്പളം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാന്നാ മതി കേട്ടോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാന്നാ മതി. അപ്പൊ രണ്ടാമത്തെ എന്താ കുട്ടീനെ പോറ്റാനുള്ള ടിപ്പ്? എന്താ ടിപ്പ്? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല. കഴിഞ്ഞ്. ഇനി കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റിക്കറിന് മുമ്പിൽ ഒന്ന് പോയി നിൽക്കുക, ഒന്നും ഉണ്ടണ്ട, മനസ്സിലാവും. ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ എടി ഇവിടെ വാ അയച്ചാ ശരി. ഇതാരുതാന്നറിയോ? ഞങ്ങളുടെ. നിങ്ങളെ SLC പാസ്സാക്കാൻ നിങ്ങളെ ബാപ്പപ്പെട്ട പാട് നിങ്ങൾക്ക് അറിയാലോ. കൈ കുട്ടികളെ പോറ്റൽ കഴിഞ്ഞ് എന്തൊരു സിമ്പിളപ്പോ ഉണ്ടോ? 2 സ്റ്റിക്കറിന്റെ പണിയുള്ളൂ, പ്രശ്നമൊക്കെ തീർന്ന്. മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മക്കൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ?
നിങ്ങളും ഭാര്യയും ചേർന്നതാണ് ഈ മക്കൾ. അങ്ങനെ മക്കളുണ്ടാവുമ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ടാവട്ടെ. ഒന്ന്, ഞാനൊരു മനുഷ്യനാണ് അല്ലേ? എന്തെങ്കിലും ഒരു സംശയം? ഞാൻ വെച്ചാൽ അതെങ്കിലും നിങ്ങളൊന്ന് ആവേശത്തിൽ ഉത്തരം പറയുന്നു. അപ്പോൾ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടാവുമോ? ദോഷങ്ങളോ? ഒരു ദോഷമില്ലാത്ത മനുഷ്യൻ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മനുഷ്യൻ എന്തുണ്ടാവും? ഗുണങ്ങളും ദോഷങ്ങളും അടക്കട്ടെ. ഇനി ഒരു പെണ്ണ്, ആ പെണ്ണ് എത്ര അറബി കോളേജിൽ പഠിച്ചാലും എവിടൊക്കെ പഠിച്ചാലും ആ പെണ്ണിന് ഗുണം ഉണ്ടാവുമോ? ദോഷം ഉണ്ടാവും. അപ്പൊ ഗുണം ദോഷമുള്ളൊരു പെണ്ണ്, ഗുണം ദോഷമുള്ളൊരു ചെക്കൻ, മനുഷ്യനെങ്ങനെ ഉണ്ടാവുള്ളൂ? ഇവര് കല്യാണം കഴിച്ചു, ഒരുമിച്ചു, ഇവർക്ക് കുട്ടി ഉണ്ടായി. ഇനി എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഈ ആണിന്റെ ഗുണവും പെണ്ണിന്റെ ദോഷവുമുള്ള കുട്ടി ഉണ്ടാവില്ലേ? ആണിന്റെ പോസിറ്റീവ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും മോനെ. എന്നാ ഈ പെണ്ണിന്റെ കുറേ വാശി, ദേഷ്യം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ കുട്ടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പ്രശ്നമില്ല. ഒരാളെ പോസിറ്റീവ് കിട്ടിയണല്ലോ അല്ലേ? തിരിച്ചു ചിന്തിച്ചു നോക്ക്, ആണിന്റെ നെഗറ്റീവ്സും പെണ്ണിന്റെ പോസിറ്റീവ്സും കിട്ടിയ കുട്ടി ഉണ്ടാവും. നല്ല പോസിറ്റീവ് പെണ്ണുങ്ങൾ ഉണ്ടാവും, അടിപൊളി. ആ ഗുണമൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ബാപ്പാന്റെ കുറച്ചൊരു കുരുത്തക്കേട് കിട്ടിയിട്ടുണ്ടാവും. ബാപ്പാന്റെ കുരുത്തക്കേട് ബാപ്പാന്റെ അമ്മനോട് ചോദിച്ചാൽ പറഞ്ഞുതരും, മാവുമ്മൽ എത്ര പ്രാവശ്യം കയറിയെന്നൊക്കെ. എന്താ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഈ കുട്ടീനെ മാനേജ് ചെയ്യാൻ സുഖാണോ? ആണോ? ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബാപ്പാന്റെ പോസിറ്റീവും ഉമ്മാന്റെ പോസിറ്റീവും കിട്ടിയാലോ? പറയണ്ട, സൂപ്പർ കുട്ടിയായിരിക്കും. തിരിച്ചോ? ബാപ്പാക്ക് കുറേ നെഗറ്റീവ് ഉണ്ടാവും, അതും ആ ചെക്കന് കിട്ടിയിട്ടുണ്ടാവും. ഉമ്മാക്ക് കുറേ നെഗറ്റീവ് ഉണ്ടാവും, അതും ഇവൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവും. എൻ്റെ പടച്ചോനെ അതിന് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങളെ കുട്ടീനെ വീട്ടിൽ പോയിട്ട് ശ്രദ്ധിച്ചാൽ മതി, നിർത്തിയിട്ട് നോക്കുക, രണ്ടാളും കൂടി ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ നെഗറ്റീവാ, ഇതിൻ്റെതാണ് തീരുമാനമാവും. കൗൺസിലിങ്ങിൻ്റെ ദോഷം വരില്ല. അപ്പോൾ നിങ്ങളെ കുട്ടിക്ക് അടുത്ത ഫ്ലാറ്റിലെ ബീരാങ്കൻ്റെ സ്വഭാവം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതിനാണ് ഞാൻ രണ്ടാമത്തെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞത്. മത്തം കുത്തിയ അതൊന്നല്ലോ, 2 സ്റ്റിക്കർ മതിന്റെ പരിപാടിയുള്ളത്, അത്രേ ഉള്ളൂ. കണ്ടോ? അപ്പൊ കുട്ടി ഇങ്ങനെയാണ്. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ, ഭയങ്കര ബുദ്ധിയ ചെന്നൈക്ക്, IQ ലെവല് ഒരു മനുഷ്യന്റെ മാക്സിമം IQന്റെ മുകളിലാണ്. നല്ല IQ, എന്തൊരു ബുദ്ധിയ. ആളുകൾ കണ്ടില്ലേ, മുടിയൊക്കെ കൂടി ഷോക്ക് അടിച്ചേരി ബും, കാണാനൊരു കോലമില്ലാത്തൊരു ചക്കൈ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പാര ബുദ്ധിയ. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് ഒരു സിനിമാ നടി വരികയാണ്. സിനിമാ നടി വന്നിട്ട് സുന്ദരി, വെളുത്ത് ചുവന്ന് സുന്ദരിയായൊരു പെണ്ണ് നടിയാണ്, സൗന്ദര്യത്തിൻ്റെ അങ്ങേ തല. ഈ പെണ്ണ് ഐൻസ്റ്റീനെ കണ്ട് ഐൻസ്റ്റീനോട് പറയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ തങ്ങളൊരു ബുദ്ധിമാനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. ഐൻസ്റ്റീൻ ചോദിച്ചു, എന്തിന്? ഈ പെണ്ണ് പറഞ്ഞു, താങ്കൾ എന്നെ കെട്ടിയാൽ താങ്കളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവുമുള്ളൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടീനെ വെല്ലാൻ ഈ ലോകത്തൊരു മനുഷ്യനുണ്ടാവില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒന്ന് ചിരിച്ചു, എന്നിട്ട് തിരിച്ചു ചോദിച്ചു, തിരിച്ചാണെങ്കിലോ എന്ന്. എൻ്റെ ഈ സൗന്ദര്യവും നിന്റെ ഈ മന്ദബുദ്ധിയാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടീനെ പോലത്തെ ഒരു മന്ദബുദ്ധി വേറെ. എനിക്ക് സൗന്ദര്യമില്ല, ബുദ്ധി കിട്ടിയിട്ടുണ്ട്. നിനക്ക് ബുദ്ധി തീരെയില്ല, അപ്പം മനസ്സിലായില്ല നിനക്കില്ല. അതുകൊണ്ട് നിനക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്, പക്ഷേ ഉണ്ടാകുന്ന കുട്ടിക്ക് തിരിച്ചാണെങ്കിലോ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ പെണ്ണ് പിന്നെ പോയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിത് ചിന്തിച്ചിട്ടില്ല അല്ലേ? നിങ്ങളെ കുട്ടിക്ക് ഇതുണ്ടാവും. അതുകൊണ്ട് മക്കൾ എന്നത് ഇതാണ്. ഇനി വേണ്ടത് എന്താ? ഇനി ഞാൻ പിന്നെ കൂടുതൽ പരത്തി പറയില്ല, സമയമില്ലാത്തതുകൊണ്ട് നമുക്കിതിനെ മാനേജ് ചെയ്തേ പറ്റൂ. നമ്മൾ ഗൾഫിലെ പ്രശ്നങ്ങൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ പിന്നെ നടക്കാൻ പോകില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇവിടുത്തെ CBSE സ്കൂൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞാൽ മാറും. ഉടുത്ത മുണ്ടും മക്കളും ഒരുപോലെയാണ്. നിങ്ങൾ മുണ്ടെടുക്കല്ലോ, മുണ്ട് നാട്ടിലൊക്കെ കള്ളിത്തുണി മുണ്ട് ഇല്ലേ? ഉടുത്ത മുണ്ടും മക്കളും ഒരുപോലെയാണ്. മറക്കരുത് ഞാൻ പറയുന്നത്.
രണ്ടും അഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് പിടിക്കണം. അഴിഞ്ഞു വീട്ടിട്ട് പിടിച്ചിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് ആൾക്കാർ കാണും. മുണ്ടാണ് അഴിഞ്ഞു പോയി, എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്തിരുന്ന കാര്യം. പിറ്റേ നിങ്ങൾ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടിറങ്ങുമ്പോൾ ആൾക്കാർ പറയും ഞങ്ങൾ കണ്ടതാ, ഫുള്ള് കണ്ടു, മനം പോയി അല്ലേ. അപ്പൊ രണ്ടും എന്ത് ചെയ്യണം? അഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് അല്ലോ കിട്ടി മോനെ എടുത്ത് അല്ലേ, പ്രശ്നമില്ല. മക്കൾ അഴിഞ്ഞു പോയിട്ട് പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടൂല. അഴിഞ്ഞു വീഴുന്നതിന് മുമ്പേ പിടിക്കണം. അഴിഞ്ഞു വീഴുന്നു എന്ന് മനസ്സിലാക്കുക ഇങ്ങനെയാണ് കുട്ടിയുടെ സ്വഭാവം, പെരുമാറ്റം ഒക്കെ മാറ്റം വരും. അവിടെ മുതൽ പിടിക്കണം. എങ്ങനെ പിടിക്കണം? മുറുക്കി പിടിക്കരുത്, ചത്തുപോകും. പിടുത്തം, കുട്ടിക്ക് ശ്വാസം കിട്ടുന്ന സ്നേഹത്തിൻ്റെ ഒരു പിടുത്തത്തിൽ കുട്ടീനെ പിടിക്കണം. കോഴിക്കുട്ടീനെ എങ്ങനെ പിടിക്കുക? ഇങ്ങനെ പിടിച്ചാലോ കുറച്ച് കഴിഞ്ഞ് വിട്ടു വയ്ക്കാം, വീണുണ്ടാവും. ഇങ്ങനെ പിടിക്കുക. കോഴിക്കുട്ടിക്ക് തിരിയാം, മറയാം, ശ്വാസം എടുക്കാം, എന്നാലോ പുറത്തു പോകില്ല അല്ലേ? അങ്ങനല്ലേ? ഇതാണ് കുട്ടീനെയും പിടിക്കേണ്ടത്. അഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഒക്കെ കഴിഞ്ഞ് അവസാനെത്തി കുട്ടി അവൻ്റെ കൂടെ ഒളിച്ചോടുന്നതായിട്ട് പിന്നെ കൗൺസിലിംഗ് കൊണ്ട് കാര്യമൊന്നുമില്ല. അഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പ്രശ്നത്തെ തീർക്കണം. കുട്ടി ഒരാൾക്കുണ്ടായതല്ലോ, അങ്ങനെയുണ്ടോ? അവിടെ അങ്ങനെയുണ്ടോ? ദുബായിൽ ഒരാൾ കുട്ടി ഉണ്ടാവും ഇല്ല. രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്വം, ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് ബെഡ്റൂമിനകത്ത് നിന്ന് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരുമിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കണം. ബെഡ്റൂം കിടന്നുറങ്ങാനുള്ള സ്ഥലം മാത്രമല്ല, കൂടിയാലോചനകളുടെ കേന്ദ്രമാണ്. ഭാര്യയും ഭർത്താവിൻ്റെയും ബെഡ്റൂം കൗൺസിലിംഗ് സെൻ്ററാണ്. അവിടെ വെച്ചിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. മോള് ഇങ്ങനെ പിടുത്തം വിടണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഭർത്താവ് പറയാണ്, എന്താണ് എനിക്ക് ഇത്ര സംശയം? അത് അവൾ ഇന്നലെ ബാത്റൂമിൽ കയറി കത്രിക എടുത്താണ്ട് മുന്നിലെ മുടി കുറച്ചൊന്ന് മുറിച്ചാണ്, എന്നിട്ട് ഫൂ ഫൂ നാക്കുന്നുണ്ട്. കണ്ടോ? തെറ്റിപ്പോകാനുള്ള ഒരു ടെൻഡൻസി കുട്ടി കാണിക്കുക. കൗമാരത്തേക്ക് കയറുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബാപ്പ ഉടൻ തന്നെ അത്രക്കായോ നാളെ തന്നെ കൊണ്ടുപോയി മുട്ട അടിപ്പിച്ചേക്കാം. ഇതാണോ അതിൻ്റെ സ്ട്രാറ്റജി? അല്ല, രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ഇനി കൂടുതൽ കെയർ ചെയ്യണം. ആ കെയർ എന്താ? അതിനെ പിടിച്ച് റൂമിലിട്ട് കൂട്ടുക, ഇന്റർനെറ്റ് ഓഫാക്കുക, ഫോണ് വാങ്ങി വെക്കുക അല്ല. ആ സ്നേഹത്തോടു കൂടി ആ കുട്ടിയുടെ കൂടെ ഇരിക്കണം. മക്കളെ കൗൺസിലിംഗ് നടത്തേണ്ടത് ബാപ്പയും ഉമ്മയുമാണ്. ഏറ്റവും വലിയ റോൾ ഉമ്മക്ക് തന്നെയാണ്, ബാപ്പക്കല്ല. അപ്പം ഈ പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കണ്ട, ബാപ്പക്ക് റോളൊന്നുമില്ല. ഉണ്ട്, പക്ഷേ ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ബാപ്പയും കുട്ടിയും തമ്മിൽ ഉണ്ടാവില്ല. ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ജീവശാസ്ത്രപരമാണ്. ഇറ്റ് ഈസ് ബയോളജിക്കൽ. ബാപ്പയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഇറ്റ് ഈസ് നോട്ട് ബയോളജിക്കൽ, ഇറ്റ് ഈസ് സോഷ്യോളജിക്കൽ. മനസ്സിലായോ? അല്ല, ബാപ്പയും ഉമ്മയും തമ്മിലാ ബന്ധം, ബാപ്പയും കുട്ടിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ബാപ്പയും ഉമ്മയും തമ്മിൽ ബന്ധം, നമ്മയും കുട്ടിയും തമ്മിൽ ബന്ധം ഉണ്ടാവും. കാരണം ഉമ്മാന്റെ വയറ്റിലാ ജനിച്ചത്. ഉമ്മാന്റെ വയറ്റിലെ ഒരു വയറ് കൊണ്ടാണ് ഈ കുട്ടി ശ്വാസം എടുത്തത്, ഭക്ഷണം കഴിച്ചത്. ഉമ്മാന്റെ ഒരു കഷ്ണമായിട്ടാണ് കുട്ടി വളർന്നത്. അപ്പൊ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ മക്കളെ വളർത്തലിൽ റോളുള്ളത്, തള്ളിക്കളയാൻ പറ്റില്ല. ബാപ്പയോ? ബാപ്പ എന്നതാരാ? പണ്ടാരോ എഴുതി വെച്ചിട്ടുണ്ട്, ഉമ്മയുടെ വിരൽത്തുമ്പിലാണ് ബാപ്പാന്റെ അസ്തിത്വം എന്ന്. ബാപ്പാരാത് ഉമ്മ ചൂണ്ടിയതാണ് അല്ലേ? ദാ മോനെ ബാപ്പ. ആ ചൂണ്ടിയ ഉമ്മ 10 കൊല്ലം കഴിഞ്ഞ് വേറൊരു ചൂണ്ടൽ ചൂണ്ടിയാലോ? നമ്മ മാറുമോ? ബാപ്പേ ഒരു വിശ്വാസത്തിന് പുറത്ത് ഇങ്ങനെ പോവുകയാണല്ലോ അല്ലേ? എൻ്റെ മോനാ ഞാൻ പറയുന്നു, ഓളും പറയുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ അവളുടെ മോളാണ്, അത് ഉറപ്പാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ഉമ്മ എന്നത് റിയാലിറ്റിയാണ്, ബാപ്പ എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. കണ്ടോ? അതുകൊണ്ടാണ് ഉമ്മക്ക് കൂടുതൽ റോളുള്ളത്. ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടി,
ഒരു കൗൺസിലർ പറഞ്ഞാലും അനുസരിക്കൂല. നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന കൗൺസിലർമാരെ, ഇവിടെ നിങ്ങൾക്ക് ജർമ്മനിക്കാരെയുള്ള വിശ്വാസം നമ്മളെക്കാളൊക്കെ. കൊണ്ടുവന്നോ? നിങ്ങൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നോ കൗൺസിലറെ? കുട്ടി കേൾക്കൂല. കുട്ടി ഉമ്മ പറഞ്ഞാൽ കേൾക്കണം, ബാപ്പ പറഞ്ഞാൽ കേൾക്കണം. നിങ്ങൾക്കൊക്കെ എത്ര വലുപ്പുണ്ട്. ഇപ്പോഴും നിങ്ങളെ ബാപ്പ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? കേൾക്കുമോ? ബാപ്പ വന്നിട്ട് എടാ അങ്ങനെ വേണ്ട കേൾക്കുമോ? ഞാനൊരു ഗൾഫുകാരുടെ വീട്ടിൽ പോയപ്പോൾ വീട് നല്ല വീടാണ്, അടിപൊളി വീടാണ്. പക്ഷെ മുന്നിൽ ഒരു സുഖമില്ല, ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് തന്നെ. ഞാനിങ്ങനെ ഇറങ്ങിയെന്ന് ചോദിച്ചു, ഇതെന്താ ഇവിടെ ഒരു കട്ടിങ് ഒക്കെ? അപ്പൊ അയാൾ പറഞ്ഞു, അത് വലിയ കഥയെ സാറൊന്നും പറയണ്ട. എന്താ കഥ? കാരണം വീടുണ്ടാക്കാൻ വേണ്ടി കുറ്റി അടിച്ചപ്പോൾ ബാപ്പ ഇങ്ങനെ വന്ന് കുറ്റി നോക്കി, കൊലായി ഇങ്ങനെ നീളെ കുറച്ച് വലുപ്പുണ്ട് കൊലായി, 2 തെങ്ങ് മുറിക്കണം. എൻ്റെ കൊലായിക്ക് 2 തെങ്ങ്. വാപ്പ വന്നിട്ട് കുറ്റിയൊക്കെയാണ് പറഞ്ഞ്, കുറ്റിയാണ് മാറ്റിയടിച്ചേക്ക, തെങ്ങ് മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയാൾ കുറ്റി 2 തെങ്ങിൻ്റെ കട്ടിങ്ങാ മുന്നിൽ. ബാപ്പ മരിച്ചപ്പോൾ അയാൾ തെങ്ങ് മുറിച്ചു, പക്ഷെ കട്ടിങ് അവിടെ കിടക്കുന്നത്. എന്നാലും അയാൾ വീടുണ്ടാക്കുമ്പോൾ പോലും ബാപ്പ പറഞ്ഞത് അനുസരിച്ചു. നമ്മുടെ മക്കളും ഇപ്പം തന്നെ കേൾക്കില്ല, എന്നിട്ടാ തെങ്ങല്ല തല പെട്ടു. കണ്ടോ നിങ്ങളെ? അപ്പൊ കുട്ടി വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ വളർത്താനുള്ള സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കുക. ആ കുട്ടിയുടെ എന്ത് പ്രശ്നവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. കുട്ടീൻ്റെ പ്രശ്നം അവിടെ തീരും. പക്ഷേ ഒരുമിച്ച് നിൽക്കണം. ഭർത്താവിന് ഒരഭിപ്രായം, ഭാര്യയ്ക്ക് വേറെ അഭിപ്രായം. കുട്ടി ആരെ കൂടെ നിൽക്കും? കുട്ടിക്ക് ഏതാണോ ഫേവർ അവിടെ നിൽക്കും, അല്ലേ? ഭാര്യ ഇടത്തോട്ട് വലിക്കുന്നു, ഭർത്താവ് വലത്തോട്ട് വലിക്കുന്നു. അങ്ങനെ വിളിച്ചെന്താ സംഭവിക്കുക? പൊട്ടും, അല്ലേ? രണ്ടാളും കൂടി ഒരു ഭാഗത്തേക്ക് വലിച്ചാലോ? വണ്ടി റോട്ടിൽ കേടുന്നു, 2 ആള് മുന്നോട്ട് തള്ളുന്നു, 2 ആള് ബാക്കോട്ടും, ബാക്കിൽ നിന്ന് ഇങ്ങോട്ടും തള്ളുന്നു. വണ്ടി നീങ്ങുമോ? 4 ആളും കൂടി ഒരു ഭാഗത്തേക്ക് തള്ളിയാലോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നതാണ്. കുട്ടി അഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് കുട്ടിയെ പിടിക്കാനുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കണം. അമിതമായി നൽകിയാൽ, ആവശ്യത്തിന് കുറവ് നൽകിയാലും കുട്ടി തെറ്റിപ്പോകും. എല്ലാ ആവശ്യത്തിനും കുട്ടിക്കൊരു ഫോണ് വേണമെങ്കിൽ ഫോണ് കൊടുക്കണം നിങ്ങൾ. അത് ആവശ്യത്തിന് മാത്രം. ഞാൻ ചെറിയ കുട്ടീൻ്റെ കാര്യമല്ല പറഞ്ഞത്, വലിയ കുട്ടീൻ്റെ കാര്യമാണ്. പക്ഷേ ഐഫോൺ തന്നെ വേണോ? അത് നിങ്ങൾ തീരുമാനിക്കേണ്ട സാധനമാണ്. കുട്ടി പറയണത് ഐഫോൺ 14 ഇല്ലെങ്കിൽ പിന്നെ ഫോണില്ല എന്നാണ്. ഈ ഫോണിൽ ഈ കുട്ടി എന്താ കാണുന്നത്? അതും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്ത കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ചില പാഠങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. എനിക്ക് നാളെ പണിക്കോണ്ടേ? വേണ്ട, പണിയില്ലേ? പോയോ? നാളെ പണിക്കോണ്ടേ? വേണ്ടേ? അപ്പോൾ ഞാൻ വേഗം നിർത്താം കേട്ടോ, നിങ്ങൾക്ക് പണിക്കുമല്ലോ. ഇനി ഒറ്റ കാര്യം കൂടി. ഒരു കുട്ടിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു സാധനം മുഴുവനാക്കിയില്ല, അത് മുഴുവനാക്കിയാൽ അവസാനിപ്പിക്കാം. ഒരു കുട്ടി എന്നത് മനുഷ്യന്റെ ക്വാളിറ്റിയുടെ പേര് എന്തായിരുന്നു പറഞ്ഞു? എന്താ? അപ്പൊ ഓർമ്മ ഉണ്ടല്ലേ? പേഴ്സണാലിറ്റി എന്നാണ്. എന്താണ് ഈ പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആണ്. കംപ്ലീറ്റ് എല്ലാ ഏരിയയും ഡെവലപ്പ് ചെയ്യണം. അതിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. വേണ്ടേ? വേണം ഉറപ്പല്ലേ? 2 ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. വേണ്ടേ? 3 സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. 4 സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഇനിയുണ്ട്, ഞാൻ നേരില്ലാത്തതുകൊണ്ട് എണ്ണില്ല. എന്തൊക്കെയാ 4 എണ്ണിയത് പറഞ്ഞ്? ഇന്റലക്ച്വൽ, ഇമോഷണൽ, സോഷ്യൽ,
സ്പിരിച്വൽ, ഇതിലേതാ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഓൺലി ഇന്റലക്ച്വൽ. പക്ഷേ ലോകത്തെ മുഴുവൻ തിയറികളും ഇതിനെതിരാണ്. അവർ പറയുന്നു IQ ഈസ് EQ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ IQ എന്ന്. നമ്മളിപ്പോഴും പഠിച്ചില്ലേ, ദുബായ്ക്ക് പോലും കിട്ടിയില്ലേ? അവരൊക്കെ പറയുന്ന സാധനം, ഒരു കുട്ടിക്ക് ഹൈ IQ ആണ്, ആ കുട്ടിക്ക് EQ ഇമോഷണൽ ക്വസ്റ്റ്യൻ്റ് ആണ് കൂട്ടേണ്ടത്. ഇതെങ്ങനെ കൂട്ടുക? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രശ്നം എന്താ? വികാരം നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ? പെട്ടെന്ന് തളർന്നു പോകുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് നിരാശ വരുന്നു. എല്ലാ ഇമോഷൻസും പെട്ടെന്ന് ഡൗണായി പോവാ കുട്ടികൾ. എന്താ പറ്റണേ? EQന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി സാമൂഹ്യ വളർച്ച നോക്ക് നിങ്ങൾ, സോഷ്യൽ ഡെവലപ്മെന്റ്. എന്ത് മാർഗം നിങ്ങൾ ഗൾഫ് കൊടുക്കണ കുട്ടിക്ക്? എന്താ ഈ കൂട്ടിൽ ഇങ്ങനെ ഇടുക, എന്നിട്ടോ ഒരു നിവൃത്തിയില്ല, ഒരു നിവൃത്തി അല്ലേ? ഒരു നിവൃത്തിയില്ല. കൂട്ടിലങ്ങനെ ഇടുക, എന്നിട്ട് പോവുക, എപ്പോഴെങ്കിലും ഒന്ന് പുറത്തുകൊണ്ടുപോവുക, പിന്നെയും കൂട്ടിലിടുക. വേറെ നിവൃത്തി നമുക്കില്ല. പക്ഷേ ഇതിനുള്ള അവസരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്തിനറിയോ? ഇതൊരു ഇസ്ലാഹി സെൻ്ററാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പണം മുടക്കി എഫേർട്ട് എടുത്ത് കുറച്ചാളുകൾ ഇതിൻ്റെ പിറകിലുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടിയുടെ സാമൂഹ്യ വളർച്ചയുടെ കൂടി കേന്ദ്രങ്ങളാക്കി മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ചില പ്രോഗ്രാമുകൾ, ഗെറ്റ് ടുഗെദറുകൾ, ഒരുമിച്ച് ചേരലുകൾ, കുട്ടിക്ക് പറയാനുള്ള അവസരം. ഞാനൊരു കോളേജിൽ അധ്യാപകനാണ്, കോളേജിലാണ്, ഫറൂഖ് കോളേജിലാണ്. നമ്മൾ അവിടെ കാണുന്ന കാഴ്ച എന്താ പറയുക നിങ്ങൾക്ക്? ഗൾഫിൽ +2 വരെ പഠിച്ച കുട്ടി ഫറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് വരും. +2 വരെ അടിപൊളി കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ആയിരിക്കും. ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ മണി പോലെ പറയും. നാട്ടിലെ കുട്ടിയോ വേർ ആർ യു ഗോയിങ് എന്നാ പറയാ. ഇവിടുത്തെ കുട്ടിയോ ബ്രിട്ടീഷ് സ്കൂളിലാണ് പറയും. പക്ഷേ കോളേജിലെ ക്ലാസ് മുറിയിലെത്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ അടിക്കും. മറ്റേ കുട്ടി പോയിക്കാണ്ട് ഐ ആം ഫ്രം മലപ്പുറം എന്ന് പറയും. അത് പറയാൻ ആ കുട്ടിക്ക് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളെ കുട്ടിക്ക് അറിയാം, മുണ്ടൂല. അല്ലെങ്കിലും ആ കുട്ടി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, ഞാൻ പറഞ്ഞാൽ പ്രശ്നമാകുമോ? എന്നാൽ ആ കുട്ടി ഹൈ കപ്പാസിറ്റി ഉണ്ട്, IQ ഉണ്ട്, EQ ഇല്ല. ഇത് മുമ്പിൽ ചെന്ന് നിന്ന് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള സോഷ്യൽ ഡെവലപ്മെന്റ് ഇല്ല, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇല്ല. ഇവിടെ നഷ്ടമാകുന്നത് വിദ്യാഭ്യാസത്തിലെ ഈ മേഖലയാണ്. അതുകൊണ്ട് എത്ര ബുദ്ധി ഉണ്ടായിട്ടും എത്ര ലാംഗ്വേജ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് പറയാൻ ധൈര്യം വേണ്ട. എന്താണ്? ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. ആര് വീട്ടിൽ വന്നാലും മക്കളെ മുന്നിൽ കൊടുക്കണം, ചെറിയ കുട്ടികളാണെങ്കിൽ. എന്നിട്ട് സംസാരിപ്പിക്കണം, കാര്യങ്ങൾ ചെയ്യിക്കണം, അവന് ഉത്തരവാദിത്വം കൊടുക്കണം, ചായ കൊണ്ട് കൊടുക്കാൻ അവനെ ഏൽപ്പിക്കണം, സംസാരിക്കാൻ അവനെ വിടണം. അപ്പോഴേ കുട്ടി ഡെവലപ്പ് ആവുള്ളൂ. ഇതിങ്ങനെ കുട്ടീൻ്റെ CBSE സ്കൂളിലെ ഗ്രേഡ് കാർഡ് നോക്കിയാണ്ട് അഭിമാന പുളകിതരായിട്ട് കാര്യമില്ല. ഇതിനൊന്നിനും പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടോ, മുണ്ടൂല. നമുക്ക് കോളേജിലൊക്കെ ഉണ്ടാവും, അടിപൊളി കുട്ടിയായിരിക്കും. എന്തെങ്കിലും ഒരു പരിപാടി കോളേജിലുണ്ടെങ്കിൽ കോമ്പിയറിങ്ങിന് വേണ്ടിയിട്ട് ഗൾഫിൽ പഠിച്ചൊരു കുട്ടീനെ നീ നല്ല ഇംഗ്ലീഷ് അല്ലേ, നീ ഒന്ന് കോമ്പിയറിങ് നടത്തുമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അതിന് ധൈര്യമില്ല. നമ്മുടെ നാട്ടിലെ കുട്ടി അതിനറിയണ മാതിരി അത് കോമ്പിയറിങ് എഴുതും. ഒക്കെ തെറ്റായിരിക്കും എന്നാലും പറയും. കണ്ടോ? അപ്പൊ കുട്ടീൻ്റെ ഏത് വികസനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഒരു മേഖല മാത്രം, ഒരു ഭാഗം മാത്രം വികസിപ്പിച്ച വികലാംഗനായിപ്പോകും. ആലോചിച്ച് നോക്ക്, ജിമ്മിൽ പോയിട്ട് ഒരു കൈ കൊണ്ട് മാത്രം കളിച്ചു നോക്ക്, ഒരു കാലിൽ മാത്രം കളിച്ചു നോക്ക്. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവനെന്താണ് ഒരു വികലാംഗൻ അല്ലേ? ഒരു ഭാഗം മാത്രം ഡെവലപ്പാകും, എല്ലാ ഭാഗവും ഒരേപോലെ വരണം അല്ലേ? വേണ്ടേ? അപ്പോഴല്ലേ അതിനെ കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് എന്ന് പറയുള്ളൂ. അപ്പോൾ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് അവരെ കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് നമ്മൾ ഓർത്തു വെക്കുന്നത് നന്നാവും. എല്ലാ മേഖലയും വികസിക്കാൻ ആവശ്യമായ കപ്പാസിറ്റികൾ കുട്ടിക്ക് കൊടുക്കണം. ഇനി അതെങ്ങനെ, അതുകൂടി ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ നിർത്താം.
ചെറിയ കാര്യം. കുട്ടിയുടെ 3 കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? 3 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം. എന്തൊക്കെയാ 3 1, കുട്ടിയുടെ കാഴ്ച. 2, കുട്ടിയുടെ കേൾവി. 3, കുട്ടിയുടെ കളി. 3. ഞാനിപ്പം പറഞ്ഞ ഈ ഡെവലപ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ 3 നിങ്ങൾ കൺട്രോൾ ചെയ്യണം. എന്തൊക്കെയാ? കാഴ്ച, കേൾവി, കളി. എന്ത് കാണുന്നു എന്നത് കുട്ടിയുടെ കാഴ്ചപ്പാടാവും. എന്താ കുട്ടി കാണുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചു, നീ പറഞ്ഞല്ലോ. എന്ത് കുട്ടി കേൾക്കുന്നു? കേൾക്കുന്നത് എന്താ? പാട്ട്, ഡാൻസ്, റീൽസ്, ഷോർട്സ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, രാത്രി കുട്ടിക്ക് മൊബൈൽ നൽകരുത്. എത്ര വലിയ കുട്ടിയാണെങ്കിലും. ആൺകുട്ടി 21 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്, അവന് രാത്രി മൊബൈൽ നൽകരുത്. പെൺകുട്ടി രാത്രി കൊടുക്കരുത്. എന്ത് പഠിക്കാണ്ടെന്ന് പറഞ്ഞാലും രാത്രി മൊബൈൽ കൊടുക്കരുത്. നിങ്ങളുടെ വീട്ടില് മക്കളുണ്ടെങ്കിൽ ഇന്റർനെറ്റ് രാത്രി അവൈലബിൾ അല്ല എന്ന് ഉറപ്പുവരുത്തണം. തെറ്റിപ്പോകും മക്കള്. എന്തിനാ രാത്രി കുട്ടിക്ക് ഫോണ്? കുട്ടി പഠിക്കാനുണ്ടോ? ഉമ്മ ഇരിക്കണം, വിടരുത്. ശ്രദ്ധ വേണം. കാഴ്ച പ്രശ്നമാണ്. കണ്ടോ? അപ്പൊ കുട്ടിയുടെ കാഴ്ച നിയന്ത്രിക്കപ്പെടണം, കേൾവി നിയന്ത്രിക്കപ്പെടണം. കംപ്ലീറ്റ് കുട്ടികൾ രാത്രി മൊബൈലിൽ ഇരിക്കുക. ഇരുന്നുള്ള കുഴപ്പം എന്താ? തലച്ചോറിനകത്ത് ചില ഹോർമോണുകളുണ്ട്, ഡോപ്പമിൻ, സെറട്ടോണിൻ, ഗാബ എന്നൊക്കെ പറയുന്നത്. ഈ ഹോർമോണുകളാണ് തലച്ചോറിലെ ചിന്തയെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. രാത്രി ഉറങ്ങുമ്പോഴാണ് ശരീരത്തിലെ മുഴുവൻ ഹോർമോണുകളും റീചാർജ് ചെയ്യപ്പെടുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നയിച്ചോളി തലച്ചോറിലെയും ശരീരത്തിലെയും ഒക്കെ ഹോർമോൺസിലൊക്കെ കുറവ് വരും. ഇത് വർക്ക് ചെയ്യാണല്ലോ. ഇത് മുഴുവൻ റീചാർജ് ചെയ്യപ്പെടുക ഉറങ്ങുമ്പോഴാണ്. കുട്ടി രാത്രി ഉറങ്ങിയില്ലെങ്കിലോ തലച്ചോറിലെ ഹോർമോൺ ഇംബാലൻസ് ചെയ്യും. അപ്പോൾ ചിന്തയെ ബാധിക്കും, ദേഷ്യം കൂടും, വാശി കൂടും, എടുത്തു ചാടും, പ്രശ്നം ഉണ്ടാക്കും. രാത്രി കുട്ടിയുടെ കയ്യിൽ ഫോണില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇന്നു മുതൽ നമ്മളത് കൊടുത്തിക്കാണ്, പഠിച്ചോട്ടെ വിചാരിച്ചിട്ട്. എത്ര വലിയ കുട്ടിയാണെങ്കിലും ഉറങ്ങാൻ പോകുമ്പോൾ വാങ്ങുക, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് വെക്കുക. രാവിലെ നിങ്ങൾ കൊടുത്തോ, സുബൈക്ക് കൊടുത്തോ, പ്രശ്നമല്ല. രാത്രി കിടക്കുമ്പോൾ ഉണ്ടാവരുത്. കുട്ടി ഉറങ്ങണം. ഇതാണ് 1ാമത്തെ കാര്യം. ഇനിയോ അടുത്തതെന്താ? ഈ ഡെവലപ്മെന്റ് പൂർണ്ണമാവണമെങ്കിൽ കുട്ടി കളിക്കുന്നത് റെഡി ആവണം. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിരുന്നോ? ഉണ്ടോ? കളിച്ചിരുന്നോ? എന്ത് കളിയാണ് കളിച്ചിരുന്നത്? കളിച്ചിട്ട് എപ്പോഴും ജയിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്ത് കളിയാണ്? തോറ്റിരുന്നോ? എന്നിട്ട് തോറ്റിട്ട് വീണ്ടും കളിക്കും. അപ്പോഴോ വീണ്ടും നിങ്ങൾ ജയിച്ചില്ല. എത്രയും കളിയിട്ട് ഒക്കെ തോൽവി തന്നെ അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? സ്കൂൾ വിട്ട് വന്ന കളിയാണ്. 2 ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടാണ് തോൽക്കും. ഒരു ഗ്രൂപ്പ് ജയിക്കും. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കണവരെ ജയിച്ച ടീം തോറ്റ ടീമിനെ ഇന്ന് ട്രോളാണ്. അന്ന് നേരിട്ട് കളിയാക്കുക, കൂക്കി വിടും. തോറ്റ് തന്നിട്ട് തോറ്റിട്ടൊരു നിപ്പുണ്ട്. നാളെ കാണിച്ചതാ തോറ്റിട്ടായി നിൽക്കണത് അല്ലേ? എന്തൊരു ടോളറൻസ് ആയിരുന്നു ആലോചിച്ച് നിങ്ങൾ. എന്നാൽ ഈ തോറ്റ ടീം മറ്റവരെത്ര കളിയാക്കിയാലും കൂക്കി വിളിച്ചാലും തല്ലാനൊന്നും വരില്ല അല്ലേ? അവരെ ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ തോറ്റു, ശരിയാക്കി തരണ്ട, നാളെ പിറ്റേന്നും കളിക്കും, പിറ്റേന്നും തോൽക്കും. അപ്പോഴോ പിറ്റേന്നും കളിയാക്കും. 4ാമത്തെ ദിവസം നമ്മളൊന്ന് ജയിക്കുക. 3 ദിവസത്തെ കൂക്കലും കൂടി മറ്റേ ടീമിനെ നമ്മൾ കൂക്കും. അവർ തോൽക്കാൻ പഠിച്ചു, നമ്മളും തോൽക്കാൻ പഠിച്ചു, ജയിച്ചു. പക്ഷെ കളിക്കുമ്പോൾ ജയിക്കാനല്ല പഠിക്കേണ്ടത്, മറിച്ച് തോൽക്കാനാണ്. റൈറ്റ്. നമ്മളൊക്കെ അങ്ങനെ തോറ്റതുകൊണ്ടാണ് 2 കൊറോണയും 4 വെള്ളപ്പൊക്കമൊക്കെ കേരളത്തിൽ വന്നിട്ടും ഇപ്പോഴും ഇങ്ങനെ നിൽക്കണേ, ആത്മഹത്യ ചെയ്യാതെ. ഉണ്ടോ?
ഒഴുക്കിൽ നമുക്ക് നീന്താൻ അറിയാം. ഇനി നിങ്ങൾ കുട്ടീൻ്റെ അടുത്ത് നോക്ക്. നിങ്ങളെ കുട്ടി എന്ത് കളിയാണ് കളിക്കല്? എന്താ കളിക്കുക? മൊബൈലിലാണ് കളിക്കുക അല്ലേ? മൊബൈലിൽ ഒരു റേസിങ് കുട്ടി കളിക്കാനിരിക്കുക. കുട്ടി ഇങ്ങനെ റേസിങ് കളിച്ചപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഈ കളി ഞാൻ ജയിക്കൂല എന്ന്. കുട്ടി എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ഹി വിൽ ക്വിറ്റ് ദ ഗെയിം അല്ലേ? അല്ലേ? ക്വിറ്റ് ചെയ്യുമ്പം സിസ്റ്റം ചോദിക്കും, ഡു യു വാണ്ട് ടു ക്വിറ്റ്? ചെക്കൻ പറയും, ഡെഫിനറ്റ്ലി ഐ വാണ്ട് ടു ക്വിറ്റ് ബിക്കോസ് ഐ എം ഗോയിങ് ടു ഫെയിൽ. ഐ ഡോണ്ട് ലൈക്ക് ഫെയിൽ. ഇത് ഞാൻ അനുവദിക്കില്ല. തോൽക്കണ പരിപാടിയില്ല, ജയിക്കുന്ന കളി മാത്രമേ അവൻ കളിക്കുള്ളൂ. ഈ ചെക്കന് ബിസിനസ് തുടങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും? ജീവിതം എങ്ങനെ ഉണ്ടാവും? അപ്പൊ അവന്റെ വ്യക്തിത്വത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് കിട്ടിയത് അവന് കിട്ടിയോ? ഇവിടെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധ വേണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇപ്പം എത്ര സ്റ്റിക്കർ കിട്ടിയപ്പോൾ? സ്റ്റിക്കർ മറക്കൂലല്ലോ. അപ്പോൾ നല്ല മക്കളായി നമ്മളെ മക്കൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും സംശയങ്ങൾ സമയമുണ്ടോ? ഇനി എൻ്റെ സംഘാടകരൊക്കെ എന്നെ ഇവിടാക്കി പോയോ? ഉണ്ടോ? എന്നാ പറഞ്ഞോളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയും. ചെറിയ ചെറിയ ചോദ്യം ചോദിക്കണേ. ചോദിച്ചോളൂ, പറയാം. അതെ, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ അതിലേക്ക് ഇടവേണ്ട, അതെല്ലാം ഈ പരിമിതികൾ വെച്ചിട്ട് എങ്ങനെ നേരിടണം? നിങ്ങൾ എന്നെ ഇടങ്ങേറുണ്ടാക്കരുത്. ഒരു കാലൊന്ന് ഉളുക്കി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാലം ഉളുക്കി നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കിടക്കുവോ കെട്ടുമല്? ഇല്ല. ഒരു വടി ഉപയോഗിച്ച് നടക്കാൻ ശ്രമിക്കും അല്ലേ? ഒരു കാലം മുറിച്ചു നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി കാലോട് നിൽക്കാൻ ശ്രമിക്കും. ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി എന്ത് അതാ ഞങ്ങളോട് പറഞ്ഞത്. അതിന് സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കണം. വീട്ടിനകത്ത് ജീവിതം, ജീവൻ, രണ്ട് സാധനം ഉണ്ടാവും. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ, നിങ്ങളെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാവും. ഒന്ന് ജീവിതം, രണ്ട് ജീവൻ. എത്ര ജീവനുണ്ട് നിങ്ങളെ ഫ്ലാറ്റിൽ? 4, 5, 2 അല്ലേ? അത്രയും ജീവനുണ്ട്. ജീവിതം ഉണ്ടോ? ഉണ്ടോ? നിങ്ങളെ പഠിച്ചുണ്ടാക്കിയത് ദുബായിലെ കമ്പനിക്ക് പണിയെടുക്കാനാ? ജീവിതമുണ്ടാക്കുക എന്നതാണ് പ്രധാനം. ഞാൻ പറഞ്ഞത് നാട്ടിലെ മാവ് ഇവിടെ കുഴിച്ചിട്ട് വലുതാക്കി അയിമലിഞ്ഞ് അവനെ കയറ്റുമ്പോഴേക്ക് നിങ്ങളെ കുട്ടി കല്യാണം കഴിച്ച 2 കുട്ടികളായി ഉണ്ടാവും. അതൊന്നും നടക്കൂല. നമ്മൾ ഈ പരിമിതിയെ മറികടക്കാനുള്ള വഴി തേടണം. അതെന്താ വഴി? ഇതിൻ്റെ ഉള്ളിൽ ജീവിതം ഉണ്ടാക്കുക എന്നാണ്. ജീവൻ ഉള്ള ഈ വീട്ടിൽ ജീവിതം ഉണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടാക്കുക? ഒരുമിച്ച് നിൽക്കുക. മാക്സിമം സമയം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അവരോട് മുഖാമുഖം സംസാരിക്കാൻ ശ്രമിക്കുക. ഉമ്മയും ബാപ്പയും മക്കളും ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ്. അല്ലാത്ത നാട്ടിലെ മാവും പ്ലാവും ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടൊന്നും കഴിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. കണ്ടോ? ഇതുണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. ഇതുണ്ടോ നമ്മുടെ വീട്ടിൽ? അത് നോക്കുക നിങ്ങൾ. അപ്പൊ കുട്ടി നന്നാവും. വീട്ടിലെ നിങ്ങളെ വീട് പ്ലാൻ വരയ്ക്കൂലേ? വരയ്ക്കുമ്പോ സിറ്റ് ഔട്ട് അല്ലേ? വീട്ടിലില്ലേ? ഇല്ലേ? ഡൈനിങ് ഹാൾ വീട്ടിലില്ലേ? ഈ കിച്ചൺ, ബെഡ്റൂം ഒക്കെ ഉണ്ട്. ഈ സോഫയുടെ റൂമിന് എന്താ പേര് പറയാ? എന്താണ്? ലിവിങ് റൂം. മറ്റോടത്തൊക്കെ ശവ. ബെഡ്റൂം പിന്നെ ഷവർ റൂം അല്ലേ? എത്തലും മരിക്കലും പിറ്റേന്ന് എണീക്കുള്ളൂ. ബാക്കിയൊക്കെ അടുക്കളയിൽ ശവ. ഇവിടെ മാത്രം എന്തോ ഒരു ലിവിങ് റൂം. എന്താ നിങ്ങളെ വീട്ടിലും ലിവിങ് റൂം ഉണ്ടോ? എന്തുകൊണ്ടാണ് അത് ലിവിങ് റൂം ആയത്? എന്താ
അവിടെയാണ് ജീവിതം ഉണ്ടാവേണ്ടത്. സോഫ ഉണ്ട് അല്ലേ? ഇല്ലേ? എന്തിനാ ഈ സോഫ? വരുന്നവർക്ക് ഇരിക്കാനോ? പിന്നെ ഒരു സമയം, എപ്പോഴെങ്കിലും ഒരു സമയം, അത് രാവിലെ ആവട്ടെ രാത്രിയാവട്ടെ ജോലി കഴിഞ്ഞ് വന്നിട്ടാവട്ടെ, ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ എൻ്റെ പ്രിയമുള്ളവരെ ഒരുമിച്ചിരിക്കാൻ നിങ്ങൾ സമയം കണ്ടെച്ച് നോക്ക്. യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരുമിച്ച് ആ സമയം ഭാര്യ അടുക്കള നിൽക്കരുത്, നിങ്ങൾ ഫോണ് കയ്യിലെടുക്കരുത്, മക്കൾ പഠിക്കരുത്. ഞാനൊരു CBSE സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. CBSE സ്കൂളിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ തൊട്ട് മുമ്പ് അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ പ്രസംഗമാണ്. മൂപ്പര് കണ്ട് എണ്ണീറ്റിട്ട് മൂപ്പരെ പ്രസംഗ, മക്കൾ CBSE ആണ് പഠിക്കുന്നത്, ഓർമ്മ വേണം. പ്രിൻസിപ്പാള് എന്നിട്ട് അടുത്ത് എന്താണെന്നറിയോ? അവർക്ക് ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾ കൊടുക്കണം. 6 മണിക്കൂർ സ്കൂളുകളെ കുട്ടിയാണ്. അവൻ 7 മണിക്ക് വീട്ടിലെത്തും. 8, 9, 10, 11, 12 പഠിക്കാൻ കൊടുക്കണം. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ആദ്യം തന്നെ പറഞ്ഞു, എന്താ 3 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി, 2 മണിക്കൂർ കുട്ടിയെ നിങ്ങൾ കൂടെ നിർത്തണം. ഇതാ സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഈ കുട്ടിയിൽ എന്തിനാ പറ്റുക? പെൺകുട്ടി വീട്ടിലുണ്ടോ, എല്ലാം വെച്ച് വിളമ്പി സ്പൂണ് കോരി അതിന് കൊടുക്കരുത്. രാവിലെ 7 മണിക്കാണ് സ്കൂളെങ്കിലും അവളുടെ ജീവിതത്തെ മാനേജ് ചെയ്യാൻ അവളെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ കുട്ടിക്ക്, നോ റെസ്പോൺസിബിലിറ്റി. ഇത് ഉമ്മ ഇങ്ങനെ മോള് യൂണിഫോം ഇട്ടിട്ടോ ഉമ്മ കോരിങ്ങനെ നിൽക്കുക, ഈ സ്കൂളിൽ പോയിക്കോ, ബാഗ് എന്താ തോന്നിട്ടോ. നിങ്ങളെ ഗൾഫുകാരെ കുട്ടികളൊക്കെ പോയി ചിന്തിക്കണം എന്താ അറിയോ? ഒരാൾ കുളിപ്പിച്ചും കൂടി തിന്നിനെങ്കിൽ എത്ര സുഖയിനാ. അത് മാത്രം അപ്പം കുട്ടി ഒറ്റയ്ക്ക് ചെയ്യണത്. അപ്പിട്ട ഒന്ന് കഴുകും, പിന്നെ കുളിപ്പിക്കും. അതും കൂടി ഉമ്മ ചെയ്തെന്നാ ഓനിങ്ങനെ നിന്നാ മതിയായിരുന്നു അല്ലേ? നോക്കൂ, ബ്രിട്ടനിൽ ഇപ്പോഴും രാജഭരണമാണ്. ബ്രിട്ടീഷ് രാജാവ്, ഇപ്പൊ രാജാവിന്റെ പേരെന്താ? ചാൾസ്. ആ എലിസബത്ത് രാജ്ഞി മരിച്ച് ചാൾസ് രാജാവായി അല്ലേ? ആയില്ലേ? ഇനി നിങ്ങൾ നോക്കണേ, ഇതൊന്നും തീരൂലേ, പഠിക്കൊണ്ട് നിങ്ങൾക്ക്. അപ്പൊ എലിസബത്ത് രാജ്ഞി മരിച്ചു, ചാൾസ് രാജാവായി. ചാൾസിന് മക്കളുണ്ടോ? ഉണ്ട്. ചാൾസിന്റെ മക്കളുടെ അമ്മയാരാ? ഡയാന. ഡയാന അവിടെ മരിക്കുമ്പോ ചാൾസിന്റെ ഭാര്യയായിരുന്നോ? ആയിരുന്നോ? അല്ല, ചാൾസ് രാജകുമാരൻ ഡയാനയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഒരു സൗന്ദര്യ മത്സരത്തിൽ നിന്നാണ് ഡയാനയെ കാണുന്നത്. ഡയാന സർവ്വസാധാരണയായ ഒരു പെണ്ണാണ്. സാധാരണ കുടുംബം, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വളർന്നൊരു കുടുംബത്തിലെ പെണ്ണാണ്. ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ചാൾസ് കല്യാണം ആലോചിക്കുകയാണ്. കല്യാണം കഴിച്ച് രാജകൊട്ടാരത്തിൽ സകല സൗകര്യങ്ങളും ഈ പെണ്ണ് വരികയാണ്. സ്വപ്നതുല്യമായ ജീവിതം. പക്ഷേ 2 മക്കളെ പ്രസവിച്ച് ഡയാന രാജകുമാരി ചാൾസ് രാജകുമാരനെ വിട്ടിറങ്ങാണ്. ഡിവോഴ്സ്ഡ്. ഇങ്ങനല്ലേ കഥ അല്ലേ? ഇതിനെക്കുറിച്ച് പല പത്രക്കാരും ഡയാനയോട് ചോദിച്ചു, പറഞ്ഞില്ല. മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഡയാന വെളിപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ചാൾസ് ഒരു പാവമായിരുന്നു എന്നാണ്. പിന്നെന്തിനാ ഡൈവോഴ്സ് ആയത്? ചാൾസ് രാജകുമാരൻ കിടന്നുറങ്ങും, രാജകുമാരനാണ്, അമ്മ രാജ്ഞിയാണ്. കിടന്നുറങ്ങി ഇയാൾ എഴുന്നേൽക്കുന്നത് ഇങ്ങനെ കാത്തിരിക്കും. ആര് ആര് ഭാര്യയെ അല്ല, പരിചാരകന്മാര്. കണ്ണ് തുറന്നാൽ ഒരാൾ ബ്രഷ് കൊടുക്കും, സാർ. വേറൊരാള് അയാളുടെ ബാത്റൂമിലേക്ക് നയിക്കും, സാർ. കുളിച്ച് വരുമ്പോൾ ഗൗണും ഇന്നർവെയറും ഇട്ടിട്ട് അയാൾ വരിക. അയാളെ ഡ്രസ്സ് ചെയ്യാൻ ഒരാള്, ഷൂട്ട് കൊടുക്കാൻ ഒരാള്. ഡയാന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ മനുഷ്യൻ പിന്നെ ഇങ്ങനെയല്ലാതിരിക്കുക എന്ന്? മനസ്സിലായില്ലേ? നിങ്ങളെ കുട്ടീനെ കുറിച്ച് ആലോചിച്ച് നോക്കിയ, നിങ്ങളെ കുട്ടി ചാൾസ് ആണോ ഡയാനയാണോ? അല്ലോ, എല്ലാം ഒരുക്കി കൊടുത്തപ്പോ ഒരു മനുഷ്യൻ അയാളെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു പെണ്ണിന് പിരിഞ്ഞു പോവാണ്, രാജാവാണ്.
കുട്ടികൾക്ക് ഒരിത്തിരി ഉത്തരവാദിത്തങ്ങൾ നൽകുക, കൂടെ ഇരിക്കുക. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരമണിക്കൂറെങ്കിലും കുട്ടീൻ്റെ കൂടെ ഇരിക്കുക, സംസാരിക്കുക. അപ്പോൾ കാര്യങ്ങൾ പിന്നെ ഒക്കെ ആവും. അവിടെ കിട്ടാത്തത് ഇവിടെ കിട്ടും. എന്നിട്ട് ഈ പഠിപ്പിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അല്ലാത്തത് സംസാരിക്കുക. എന്താ മോനെ മെസ്സിൻ്റെ ഗോള് സൂപ്പറായിരുന്നു കേട്ടോ, പക്ഷെ കളി ബ്രസീലാട്ടോ. ഇത് ഡിസ്കസ് ചെയ്യുക കുട്ടികളോട്. ഇത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യല് ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്ന് നിങ്ങളെ ഫ്രണ്ട്സിനോട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഫ്രണ്ട്സും നിങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരിക്കും. കുട്ടികളും തമ്മിലോ ഓനെ കാണുമ്പം സ്കെച്ചോ ഒമ്പറ്റോ പ്രാർത്ഥിച്ചോ പഠിച്ചോ കഴിഞ്ഞ്. പിന്നെ എങ്ങനെ കുട്ടി വന്നപ്പോ അവിടെ മാവൊന്നും കുഴിച്ചിടണ്ട, നിങ്ങൾ അപ്രോച്ച് ഒന്ന് മാറ്റിയ കുട്ടി ഓക്കെയാണ്. ഇനി അനിസ്ലാമിക കാര്യങ്ങളോടുള്ള താല്പര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം? സിനിമ, മ്യൂസിക്, ഡ്രസ് കോഡ്, റൈറ്റ്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു കുട്ടിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. ഇത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല പർദ്ദട്ട ഒരു ഉമ്മ, താടി വെച്ച ഒരു ബാപ്പ, രണ്ടാളും തമ്മിൽ എപ്പോഴും കച്ചറ. ആ താടിയോട് കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും? പർദ്ദയോട് ഉണ്ടാവും? മറിച്ച് ഉമ്മ ബാപ്പ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാധനം എന്താ, കാണിച്ചു കൊടുക്കേണ്ടത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉത്തരം. അതാ ഉത്തരം. പിന്നെ പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ വിരോധിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഇസ്ലാം എങ്ങനെ മദ്യം നിരോധിച്ച്? ഒരു ദിവസം കണ്ട് വന്നാണ് നബി തൊട്ടു പോവരുത്. ഇതാ എങ്ങനെ നിരോധിച്ച്? എങ്ങനെയാ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലേ? വളരെ സ്നേഹത്തോടെ പതുക്കെ. ഇതാണ് എല്ലാറ്റിൻ്റെയും രീതി. ഇതാ രീതി. അപ്പോൾ ഇതിനോടൊക്കെ ഞാനൊരു ചോദിച്ചു ചോദിക്കട്ടെ, നിങ്ങളൊക്കെ സിനിമ കണ്ടണോ? ഇല്ലേ? ഉണ്ട്. പാട്ട് കേട്ടണോ? ഉണ്ട്. എന്നിട്ട് ഇപ്പൊ നന്നായോ? എപ്പോഴാണ് നന്നായത്? ഇത് ശരിയാണ് തെറ്റാണ് എന്നൊക്കെയുള്ള ബോധം സ്വയം വന്നപ്പോൾ അല്ലേ? അപ്പോഴല്ലേ ഇത് കുട്ടിയിൽ വരുത്തലാണ് പ്രധാനം. ഇതെന്താ സ്ഥിതി എന്നറിയോ? നിങ്ങളൊക്കെ ബാപ്പായപ്പോഴേക്ക് നിങ്ങൾക്കണ്ട് ദീന് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കണ്ട് എന്താ പറയുക, അതിൻ്റെ ടോപ്പിലെത്തി ദീനിൻ്റെ. എന്നിട്ട് പിന്നെ കുട്ടി 5-ാമത്തെ വയസ്സിൽ ഹാഫിളാവണം, 7-ാമത്തെ വയസ്സിൽ മക്കത്തെ ഇമാമാവണം. നടക്കൂല. കുട്ടിയാണ്. അതിനെ സ്നേഹിക്കുക, കൂടെ നിർത്തുക. ജീവിതം, ബാപ്പാൻ്റെ ജീവിതം അടിപൊളിയാണെന്ന് കുട്ടിക്ക് തോന്നുമ്പോൾ കുട്ടി അങ്ങനെ ഫോളോ ചെയ്യും. മറിച്ച് നിസ്കരിക്കുക, നോമ്പൊലിക്കുക, ഇതൊക്കെ കുട്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നതെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുക? നിങ്ങളത് ബുദ്ധിമുട്ടല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു ഇല്ലേ? തൻ്റെ വീട്ടിൽ റൂമിൽ മണിയറയിൽ ആദ്യ രാത്രി ആരുടെ? ഫാത്തിമയുടെയും അലിയുടെയും. സുബൈയായി. റസൂൽ എന്താ ചെയ്തതെന്നറിയും? അതായത് നേരെ ചെന്ന് ഫാത്തിമൻ്റെ വാതിലിൽ മുട്ടി. പുതിയാപ്പിളയും പെണ്ണുങ്ങളും ആദ്യ രാത്രി കിടക്കുന്ന വാതിലിന്. നിങ്ങളാരെയും മുട്ടോ? ഇല്ല. വാതിലിന് മുട്ടി. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ എഴുന്നേൽക്ക്, സുബൈയായി എന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കല്യാണം കഴിഞ്ഞാലും ഇത് പറയുക എന്നത് ബാപ്പാന്റെ കടമയാണ്. എന്തുകൊണ്ടായിരിക്കും ആ ബാപ്പ വാതിലിന് മുട്ടിയപ്പോൾ ഫാത്തിമ തുറന്നാണ്ട് ഉളുപ്പുണ്ടെനിക്ക് എന്ന് പറയാന്? കാരണം ആ റസൂല് തൻ്റെ മകൾ അത്രയും അത്രയും സ്നേഹിച്ചു. കണ്ടോ? സ്നേഹിച്ചു, ബഹുമാനിച്ചു. മരിക്കാൻ വേണ്ടി റസൂല് കിടക്കുന്ന സമയത്ത് റസൂലിൻ്റെ അടുത്തേക്ക് റസൂല് വിളിച്ചത് ഭാര്യമാരുണ്ടായിരുന്നു, അവരെയല്ല. അറിയാം മോളെയാണ്. സ്നേഹം നോക്കുകള്. മോള് ചെന്നിട്ട് റസൂലിൻ്റെ ചുണ്ടിൻ്റെ അടുത്ത് ചെവി ഇങ്ങനെ വെച്ചെടുക്കണ.
എന്താ വാപ്പ പറയണെന്ന് കേൾക്കാൻ. മരിക്കാൻ പോണു. അപ്പോ ഫാത്തിമ ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു എന്നാ ചരിത്രം. എന്തിനാ കരഞ്ഞെന്നറിയോ? ചെവിയിൽ റസൂല് പറയാണ്, മോളെ വാപ്പ പോവാണ്, കഴിഞ്ഞു വാപ്പൻ്റെ. അപ്പോഴാണ് ഫാത്തിമ കരഞ്ഞു പോയത്. വാപ്പല്ലാതെ നീ ഇങ്ങനെ ജീവിക്കാം. സ്നേഹമാണത്. പിന്നെ ഫാത്തിമ ചിരിച്ചു. എപ്പോഴാണ് ചിരിച്ച്? ആ ചെവിയിൽ റസൂല് രണ്ടാമത് പറഞ്ഞു, മോളെ നീയാണ് വാപ്പാൻ്റെ അടുത്തേക്ക് ആദ്യം വരിക എന്ന്. എൻ്റെ അർത്ഥം എന്താ? വാപ്പ കഴിഞ്ഞ അടുത്ത മരണം ആയിരുന്നാ? ആയിരുന്നാ? ഫാത്തിമ ചിരിച്ചു. മരിച്ചാലും വേണ്ടില്ല, ആ വാപ്പാൻ്റെ കൂടെ നിന്നാ മതി എന്നാ ഫാത്തിമ പറഞ്ഞേ. കണ്ടോ എത്ര സ്നേഹം റസൂല് സ്നേഹിച്ചു. അപ്പോ വാതിലിന് മുട്ടിയപ്പോ കുഴപ്പമില്ല, ഉണ്ടോ? അടിച്ചാ കുഴപ്പമില്ല, ഉണ്ടോ? ചീത്ത പറഞ്ഞാൽ കുഴപ്പമില്ല, ഉണ്ടോ? ഇത് മാത്രമാകുമ്പോഴോ കറിയിൽ മുളക് കൂടും, ഉപ്പ് കൂടും. ആ പ്രശ്നം. നിങ്ങൾ ആദ്യം സ്നേഹിക്കും കുട്ടികളെ. അപ്പൊ എല്ലാ അനിസ്ലാമികതയും നിങ്ങൾ പറഞ്ഞാൽ കുട്ടി കേൾക്കും, കുട്ടിക്കത് മനസ്സിലാകും, ബോധ്യപ്പെടും. ഇനി ദീന് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിപ്പോ ഒരു മദ്രസയാണ്. നിങ്ങളെ കുട്ടിയൊക്കെ സ്കൂളിൽ പോകണ്ടോ? ഉണ്ടോ? സ്കൂളിൽ പോകണ്ടോ? എത്ര ഫീസ് സ്കൂളിൽ? ഇതെപ്പോഴാണ് അടയ്ക്കല്? സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്ന് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഫീസ് അടയ്ക്കും? പറഞ്ഞ ഒരു ദിവസം മുമ്പ് ഇത് മദ്രസയാണ്, ഇവിടുത്തെ ഫീസ് നിങ്ങൾ അടയ്ക്കലുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കറിയോ ഫീസ് അടയ്ക്കാൻ വേണ്ടി വിളിക്കാൻ ഒരാളെ പൈസ കൊടുത്ത് ഇവിടെ ജോലിക്ക് ചെയ്യണം. എന്നിട്ട് മൂപ്പർക്ക് എന്താ പണി അറിയോ? ഹലോ ഫീസ് അടയ്ക്കണ്ടേ? ആ അടയ്ക്കാനോ, ശരി. പിറ്റേന്ന് ഫീസ് അടയ്ക്കണ്ടേ? ഇതിനൊരാളെ ഇവിടെ ജോലിക്ക് ചെയ്യണം. ദീൻ പഠിപ്പിക്കാൻ എത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക്? എന്താ കുട്ടികൾക്ക് അനിസ്ലാമിക കാര്യങ്ങളോടുള്ള താല്പര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം? ഫീസ് അടയ്ക്കണം. എന്നിട്ട് ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ സ്കൂളിനേക്കാൾ മനോഹരമായി വളർത്തണം. കുട്ടിയെ നിങ്ങൾ ഒരു പുതപ്പ് കൊണ്ട് മൂടണം. ആ പുതപ്പിന്റെ പേരാണ് ദീൻ എന്ന്. അപ്പോ തെറ്റെന്ത് ശരി എന്ത് എന്ന് മനസ്സിലാവും. അതിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ ചക്രശ്വാസം വിൽക്കുക, കണ്ടോ? അപ്പൊ ഇതും കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കണം. ബാപ്പ ഉമ്മാൻ്റെ ബാപ്പാൻ്റെ മുഖത്ത് നോക്കി ഛേ എന്ന് വിളിക്കരുത് എന്ന് CBSE പുസ്തകത്തിലില്ല. ഉണ്ടോ? ഇല്ല. ബാപ്പാനും ഉമ്മാനെയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. നിന്റെ ചിറകുകൾ നിനക്ക് അവർ താഴ്ത്തി തന്ന പോലെ നീ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് CBSE സിലബസിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഉണ്ടോ? ഇത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? എത്ര ഉണ്ട് എന്ന് ഇപ്പൊ ആ ഫീസിന്റെ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാം എത്ര ഉണ്ട് കണ്ടോ. മദ്രസ നടത്തല് ഇസ്ലാഹി സെന്ററിന്റെ ബാധ്യതയാണ്. ഫീസ് കൊടുക്കാക്കല്ലോ നിങ്ങളും ബാധ്യത അല്ലേ? അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കുട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്നാണ് പറഞ്ഞത്. ഇനി മക്കൾ തന്നോളം വളരുമ്പോൾ താൻ എന്ന് വിളിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. എത്ര വയസ്സാകുമ്പോഴാണ് അവർക്ക് ഫ്രീഡം, ഇൻഡിവിജ്വൽ, അഡൾട്ടായി കാണേണ്ടത്? 21 വയസ്സുള്ള മകൻ്റെ കയ്യിലുള്ള ഫോൺ രാത്രി കൊടുക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന്. അതിനെ ഞങ്ങളോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ എപ്പോഴാണ് പോറ്റി തീരുക? ഞാൻ ആദ്യം പറഞ്ഞതാ, 18 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ പോറ്റി തീരുമോ? എപ്പോഴാണ് ഒരു മകൾക്ക് ഫ്രീഡം കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? എന്താണ് ഈ ഫ്രീഡം? 2 വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയമ്മി മനസ്സിലാക്കുക. ഫ്രീഡം, ലിബർട്ടി. ഒന്നൊരു പറയാം, ഫ്രീഡം, ലിബർട്ടി. എന്താ ലിബർട്ടിയും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസം? ഫ്രീഡം തന്നെ എന്താ? സ്വാതന്ത്ര്യം. ലിബർട്ടിയോ? സ്വാതന്ത്ര്യം. അതിനൊരു വാക്ക് പോരെ? എന്താ വ്യത്യാസം? സ്വാതന്ത്ര്യം എന്നത്, ഫ്രീഡം എന്നത്, there are some controls. India got dash in 1947. Liberty, no, freedom. എന്താ? ഒരുപാട് നിയമങ്ങളാണ്.
അതിനാണ് ഫ്രീഡം എന്ന് പറയാ. ലിബർട്ടിയോ? ലിബർട്ടി ഈസ് ഫ്രീഡം വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അതിനാണ് ലിബറൽ തോട്ട് എന്ന് പറയാ. ഫ്രീഡം ആർക്കും ഉണ്ട്, ലിബർട്ടി ഇല്ല. എനിക്ക് വയസ്സ് 45. ഞാൻ എൻ്റെ വാപ്പനെ അനുസരിക്കണ്ടേ? വേണ്ടേ? 45 നിങ്ങളെ പണിയെടുത്തോളി തരാൻ പറ്റുമോ? അപ്പോൾ എത്ര വയസ്സിലാണ് എനിക്ക് ഫ്രീഡം കിട്ടുക? നിങ്ങൾ അത് പറഞ്ഞിരുന്നിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് പറയാം. എൻ്റെ വാപ്പ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അൽഹംദുലില്ലാ, ആരോഗ്യത്തോടെ. എൻ്റെ വാപ്പ അല്ലേ? എനിക്ക് എപ്പോഴാണ് ഫ്രീഡം കിട്ടുക? എപ്പോഴാണ് കിട്ടുക? എൻ്റെ വാപ്പ ഇമ്മി മരിക്കാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് ഫ്രീഡം കിട്ടാൻ? ഇനി ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഫ്രീഡം കിട്ടുക? ദർ ഈസ് നോ സച്ച് ഫ്രീഡം. അപ്പോൾ കൺട്രോൾസ് ഉണ്ടാവണം. 21 വയസ്സ് മോനുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയണം, എടാ നീ കിടന്നുറങ്ങ്, ഫോൺ കിട്ടുക. അല്ലെങ്കിൽ അവൻ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും മനുഷ്യൻ തെറ്റിപ്പോവും. കല്യാണം കഴിച്ചവർ തെറ്റിപ്പോവും. എന്നിട്ടല്ലേ കല്യാണം കഴിക്കാത്ത മക്കൾ ഉണ്ടോ? ഇനി ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഫ്രീഡം ഉണ്ടോ? ആണുങ്ങൾക്ക് ഫ്രീഡം ഉണ്ടോ? ഇല്ലല്ലോ. ഭാര്യ നിങ്ങളെ നിയന്ത്രിക്കില്ലേ? ഭർത്താവ് ഭാര്യ നിയന്ത്രിക്കില്ലേ? എവിടെ ഫ്രീഡം? ഇതാണ് ജീവിതം. കണ്ടോ? ഇത് ഫ്രീഡമല്ല, ഇത് നമ്മളൊരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. കമ്മിറ്റ്മെന്റ്. ചില ഭർത്താക്കന്മാരുണ്ട് വെറുതെ ഇങ്ങനെ ടൈറ്റാക്കും ഭാര്യനെ. വൃത്തിയിട്ട സ്വഭാവം അല്ലേ? അങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണ്ട, ഇപ്പം വേണ്ട, ഞാൻ ഒന്നും അങ്ങോട്ട് പോയാലോ, ഇപ്പം വേണ്ട, നാളെ പോയിക്കോ, ഇന്ന് പോകേണ്ടി നാളെ പോയാൽ മതി. വെറുതെ ഇങ്ങനെ അധികാരം പ്രയോഗിക്കുക. വൃത്തികെട്ടൊരു സമ്പ്രദായം ഉണ്ടോ? ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മൾ നല്ല സ്നേഹവും പരിഗണനയും ഇതൊക്കെ കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി നമ്മുടെ കൂടെ നിൽക്കും. അതിനുള്ള വഴിയാണ് നിങ്ങൾ ഒരുക്കേണ്ടത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠം. എന്തൊക്കെ കുറവുകൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുമ്പം ഉണ്ടോ അത് നികത്താൻ എന്തെങ്കിലുമൊക്കെ ചെറുതെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടെ കൊണ്ടുവന്നിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഏതായാലും റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും മികച്ച മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും ഉപയോഗമുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാക്കി റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ ആക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.